ആരതുണ്ടാക്കി? അപ്പോൾ പറയും പ്രത്യേക സാഹചര്യത്തിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? അത് സയൻസാണോ? ശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ കോസ് ആൻഡ് ഇഫക്ട്സ് തിയറി ഉണ്ട്. ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു സാധനത്തിന് അനക്കമുണ്ടാവണമെങ്കിൽ അവിടെ ഒരാൾ അത് അനക്കണം. ഇത് ഏത് കുട്ടിക്കാ തിരിയാത്തത്? ഇത്രയും എളുപ്പമാണ് തൗഹീദ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കൽ എളുപ്പമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ അന്വേഷണം, ആരാ നമ്മളെ പഠിച്ചത്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന ക്യൂരിയോസിറ്റി മനുഷ്യന് വരാൻ കാരണം നമ്മുടെ അർവാഹുകളുടെ ലോകത്ത് വന്ന് നടന്ന ആ സംഭാഷണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ കിടക്കുന്നത് കൊണ്ടാണത്രേ. അപ്പോൾ നമുക്ക് മനുഷ്യന് ആശ തോന്നും, ചൊവ്വയിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ, പ്രോക്സിമ സെഞ്ചുറിയിൽ ജനങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ മനുഷ്യന് അന്വേഷണങ്ങൾ വരും. കുഴപ്പമില്ല. മനുഷ്യരെ അല്ലാഹു പടച്ചത് ഒരു ബീജത്തിൽ നിന്നാണ്. മനുഷ്യൻ കഴുകിക്കളയുന്ന, അവജ്ഞയോടെ കാണുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയുടെ കണ്ണുകൊണ്ടുപോലും മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ പ്രയാസമായ അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു കോശത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. ആ മനുഷ്യനാണ് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചിരിക്കുകയും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുന്നതും ഓടുന്നതും സ്വിം ചെയ്യുന്നതും ഇതൊക്കെ ആ ഒരു കണികയിൽ നിന്നുണ്ടായ മനുഷ്യനാണ്. അല്ലാഹു പറയാണ്, അവൻ എന്നിട്ട് തർക്കിക്കുകയാണ്, ഇന്നുണ്ടാക്കിയത് ആ പടച്ചവനൊന്നും അല്ല. അല്ലാഹു എന്തൊരു അനൗചിത്യമാണല്ലേ, അവൻ വന്നത് എങ്ങനെയാണെന്ന് പോലും അവൻ അറിഞ്ഞില്ല, എന്നിട്ട് തർക്കിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു കന്നുകാലികളെ തന്നിട്ടുണ്ട്. ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. നിങ്ങൾക്ക് ചൂടുണ്ടാവുന്ന, ചൂട് വാംത്ത് കിട്ടാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ മൃഗങ്ങളുടെ തൊലിയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മൃഗങ്ങളുടെ രോമങ്ങളിൽ നിന്ന്. ഈ ലോകത്ത് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതല്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതിൻ്റെ ഒരു തെളിവ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, ഭൂമിയിലുണ്ടായ എല്ലാ ജീവികൾക്കും ചൂടും തണുപ്പിലും ജീവിക്കാൻ ആവശ്യമായ ശരീരപ്രകൃതം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നല്ല ഫറുള്ള പൂച്ചയും നായ്ക്കുട്ടികളെ കണ്ടിട്ടില്ലേ? ഏത് തണുപ്പിലും അവർ സർവൈവ് ചെയ്യും. പോളാർ ബെയറുകൾ, കരടികൾ, അവർക്ക് നല്ല ബോഡി തന്നെ ചൂടാ, കുപ്പായിടേണ്ട ആവശ്യമില്ല. നമ്മളൊരു തണുപ്പത്തെ സ്ഥലത്ത് പോയാൽ എന്ത് ചെയ്യണം? സ്വെറ്റർ ഇടണം, ഗ്ലൗസ് ഇടണം, ഗോഗിൾസ് വെക്കണം, സോക്സ് ഇടണം. ചൂടുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് AC വേണം, തണുക്കാനുള്ള സംവിധാനം വേണം. ലോകത്ത് ഏതെങ്കിലും AC-യിൽ ജീവിക്കുന്ന മൃഗങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ഇടുക എന്നല്ലാണ്ട് ജീവികളായിട്ട് തണുപ്പ് തേടി പോകുന്നുണ്ടോ? അവരുടെ ശരീരം അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മനുഷ്യന് മാത്രം അത് കിട്ടാത്തത്. നമുക്ക് തണുപ്പും ചൂടുണ്ടെങ്കിൽ പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് അതിലൊരു സൂചന, അത് തെളിവായിട്ട് ഞാൻ പറയില്ല, ഒരു സൂചനയാണത്. എങ്ങനെ? മനുഷ്യൻ, ഹ്യൂമൻസ് ആർ ഏലിയൻ ടു എർത്ത്. നമ്മൾ ഭൂമിയിലേക്ക് വന്നവരാ, ഇവിടെ ഉണ്ടായതല്ല. ഇവിടെ ഉണ്ടായവർക്ക് ആ ഒരു സംവിധാനം അത് കൊടുക്കുന്നുണ്ട്. സ്വയമേ ചൂടും തണുപ്പും പ്രതിരോധിക്കാനുള്ള ശരീരപ്രകൃതമുണ്ട്. മനുഷ്യന് മാത്രം അതില്ലാത്തത് അല്ലേ? ശരിയല്ലേ? നമുക്കതില്ലല്ലോ. നമുക്ക് ചൂടും തണുപ്പിന് ഓരോ സംവിധാനം വേണം. അതിന് നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് തന്നെയാണ് തൗറാത്തും പറഞ്ഞത്, ഓൾ ടെസ്റ്റ്മെന്റും പറയുന്നത്. വൽ അൻആം, അല്ലാഹു പറയാം, നിങ്ങൾക്ക് കന്നുകാലികളെ, ആടുമാടൊട്ടകങ്ങളെ ഞാൻ പടച്ചു തന്നു. ലക്കും ഫീഹാ ദിഫ്ഉൻ, അവകളിൽ നിങ്ങൾക്ക് ചൂട് കായാനുള്ള സംവിധാനമുണ്ട്. വമനാഫിഉ, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വമിൻഹാ തഅകുലൂൻ, ഭക്ഷ്യമായിട്ടും നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നു, മാംസത്തിന് വേണ്ടി. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, ഈ മൃഗങ്ങളിൽ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് അലങ്കാരമുണ്ട്. കുതിരകൾ അലങ്കാരത്തിനും ഉപയോഗത്തിനും രണ്ടിനുമാണ്. ചില വാഹനങ്ങൾ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയാൽ മതി അല്ലേ? ഇപ്പോൾ അതൊരു ഭംഗിയുള്ള വാഹനമാകണം എന്ന ആഗ്രഹം ചിലർക്ക് വരും. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. വിശുദ്ധ ഖുർആൻ പറയാണ്, ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് സൗന്ദര്യം നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ലഗേജുകൾ, നിങ്ങളുടെ ഗുഡ്സുകൾ, നിങ്ങളുടെ ഭാരങ്ങൾ ചുമന്നു കൊണ്ടുപോകാനും കഴിയുന്നവയാണ്. വതഹ്മിലു അസ്ഖാലക്കും. ഇനി പറയുന്ന ആയത്ത് നോക്കണേ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന. അല്ലാഹു നിങ്ങൾക്ക് നല്ല കുതിരകളെ പടച്ചു തന്നിട്ടില്ലയോ? ഖൈൽ, അതിന്റെ നേരത്താഴെ വൽ ബിഗാൽ, കോവർ കഴുതകള്. കോവർ കഴുതകൾ എന്ന് പറഞ്ഞാൽ ഉമ്മയോ വാപ്പയോ രണ്ടാലൊന്ന്, ഒരു കുതിരയോ ഒരു കഴുതയോ ആയിരിക്കും. അങ്ങ് മിക്സ്ഡായി വരുന്നതാണ് ബഗലുകൾ, മ്യൂൾസ് എന്ന് പറയും, MULE, മ്യൂൾസ്. പിന്നെ പറഞ്ഞു വൽ ഹമീർ, കഴുതകളെയും കോവർ കഴുതകളെയും കുതിരകളെയും അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. ലിതർകബൂഹാ വസീന, അത് നിങ്ങൾക്ക്
യാത്ര ചെയ്യാനും അലങ്കാരവുമായിട്ട്. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു അലങ്കാരമാണ്. കുതിരയോട്ടം ഫുറൂസിയ എക്സ്ട്രിയൻ അത് പഠിക്കുന്നത് സുന്നത്തും കൂടിയാണ്. കുതിരയോട്ടം പഠിക്കുന്നത് സുന്നത്താണ്. ഇതുപോലെ സ്വിമ്മിങ് പഠിക്കുന്നത് നീന്താൻ അറിയുന്നവർ കൈപൊക്കിയാട്ടെ. ഉള്ളത് കൊണ്ട് ഇട്ടാലേ അറിയുള്ളൂ. ഇപ്പോൾ അത് ശരിയാണ്. മാഷാ അല്ലാഹ്, നല്ലൊരു വിഭാഗം. നാട്ടിൽ ഈ പുഴയും തോടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ. നീന്താൻ അറിയണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കും വേണം. നീന്തൽ പഠിക്കൽ സുന്നത്താണ്. പിന്നെ മറ്റൊന്ന് ആർച്ചറിയാണ്, അമ്പെയ്ത്ത് ചെയ്യുന്നത്. ഇന്നത് ഷൂട്ടിംഗ് എന്ന് പറയാം. അത് ആർട്ടാണ്, കലയാണ്. ഒളിമ്പിക്സിലടക്കം കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കലയാണത്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് ആർച്ചറി പഠിപ്പിക്കണം, ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കണം, സ്വിമ്മിങ് പഠിപ്പിക്കണം, ഖിറാഅത്തുൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമാണല്ലേ! ആത്മീയവും ഭൗതികവുമായ എല്ലാ അലങ്കാരവും അതിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. നോക്കൂ, കുതിരകളും കഴുതകളും കോവർ കഴുതകളും. ഇത് ഏറ്റവും ഫാസ്റ്റ് യാത്ര ചെയ്യുന്നത് ഏതാ? കുതിരയാണോ? അല്ലേ, കുതിരയാണ്. ഒട്ടകത്തെ പിന്നെ പറഞ്ഞില്ല, അത് അവർക്ക് അത്രയും പരിചയമുള്ളതാ. വളരെ സ്ലോ ആണ് ഒട്ടകം. നമ്മൾ ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് പോലും ഇല്ല, വളരെ സ്ലോയിലേ പോവുള്ളൂ. കാരണം മനുഷ്യന് ഒരു ധൃതി പിടിച്ച് യാത്ര ചെയ്യണമെങ്കിൽ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഇനി പറയുന്നു, നോക്കൂ. നിങ്ങൾക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ലാത്ത വാഹനങ്ങളെ അള്ളാഹു പടക്കാൻ പോകുന്നുണ്ട്. നിങ്ങളിപ്പോ കുതിരയും കഴുതയും കോവർ കഴുതയൊക്കെ കേട്ടിട്ടുള്ളൂ. മൃഗങ്ങളല്ലാത്ത ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് അതുവരെ ഭൂമിയിൽ ഇല്ല എന്നതിന് അത് മൃഗങ്ങളല്ല എന്നർത്ഥം. നിങ്ങൾക്കറിയാത്തത്. 6-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു മനുഷ്യനോട് നിങ്ങൾ ആകാശത്ത് കൂടെ പറക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ പറയണതെന്ന് പറഞ്ഞ് അവർ നബി തങ്ങളുടെ അടുത്ത് ഓടിപ്പോകൂലേ? അവർ ഇട്ടേച്ച് ഓടൂലേ? പോകട്ടെ, ഒരു 100 കൊല്ലം മുമ്പ്, നമ്മുടെ മൊബൈലൊക്കെ ഉഷാറാകുന്നതിന് മുമ്പ് ഇവിടെ അബുദാബിയിൽ ഇരുന്നിട്ട് നാട്ടിക്ക് അതേസമയം ആളെ കണ്ടിട്ട് സംസാരിക്കാം, അതൊരു ഇരുമ്പ് കഷ്ണത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത്ര ഫാസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ആ കാലഘട്ടക്കാരോട് ഖുർആൻ പറയുന്ന വാചകങ്ങൾ നോക്കണം, നമുക്കിത് മനസ്സിലാവുന്നു നോക്കണം. നിങ്ങളറിയാത്ത പലതും അള്ളാഹു നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പടക്കാൻ പോകുന്നുണ്ട്. സൂറത്തുൻ നഹ്ലാണിത്. ഇനി നോക്കൂ, വഅലല്ലാഹി ഖസ്ദുസ് സബീൽ. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ. ഇവിടെ മുഫസ്സിരീങ്ങൾ നന്മയും തിന്മയും വലാലത്തിന്റെയും ഹിദായത്തിന്റെയും മാർഗത്തിലേക്ക് വഴി നടത്തുക എന്നർത്ഥം കൊടുക്കാറ്. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് പ്രകാരം ഉലമാ പറയാ അവിടെ അർത്ഥം അതല്ല. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ. മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് അറബികൾക്കറിയാം. ആ മൃഗങ്ങൾക്ക് കണ്ണുണ്ട്, ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞ് മൂക്കുകയറി പിടിച്ച് അതങ്ങ് നേരെ പൊയ്ക്കോളും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാഹനങ്ങൾ അല്ല ഉണ്ടാക്കുമ്പോൾ അതിന് കണ്ണുണ്ടോ, കാതുണ്ടോ, ബുദ്ധിയുണ്ടോ, എങ്ങനെയാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഈ സാധനം എത്തുക എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വഅലല്ലാഹ്, അതിന്റെ സംവിധാനം അള്ളാഹു ചെയ്യും. ആ സാധനം നിങ്ങളുടെ ലക്ഷ്യത്തെത്തിച്ചാൽ പോരെ. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ മാത്രം ആ വാഹനങ്ങളെ ഡിസൈൻ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ രീതിയാണ്. റബ്ബ് ചെയ്യും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ. ആ ആയത്ത് അതിന്റെ വഖഫ് വരുന്നതിന്റെ തൊട്ട് മുമ്പ് 2 വാക്ക് കൂടെ ഉണ്ട്. ആ വഴികളിൽ വളഞ്ഞു പോകുന്ന വഴികളുള്ള സ്ഥലങ്ങളുമുണ്ട്. വളഞ്ഞു പോകുന്ന വഴികൾ ലോകത്തുള്ളത് എവിടെയാണെന്നറിയോ? ഭൂമിയിൽ ആകാശത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ. ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ ഭൂമി തന്നെ പറയാം, അത് ഭൂമിന്റെ ഭാഗമാണ്. ഒരു 56,000 കിലോമീറ്റർ ഭൂമിന്റെ എയറിൽ എന്റെ ഉള്ളിൽ കിടക്കുമ്പോഴൊക്കെ നമ്മുടെ ഭൂമിയുടെ ഭാഗമാണ്. ഈ ഫ്ലൈറ്റ് സംവിധാനം, നമ്മുടെ ഭൂമി ഇങ്ങനത്തെ പെട്ടിയൊന്നല്ല, നിങ്ങൾക്കറിയാലോ. അതൊരു മുട്ട പോലെ സെമിസ്ഫെറിക്ക. കോഴിമുട്ട വട്ടത്തിലെന്ന് പറയാൻ പറ്റില്ലല്ലോ, സെമിസ്ഫെറിക്ക എന്ന് പറയാം, അർദ്ധവൃത്തം എന്നാ പറയാ. നമ്മളിപ്പോൾ ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ അതിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ബോൾ പോലത്തെ സാധനം കിട്ടിയാൽ ഞാൻ ശരിക്കും മനസ്സിലാവും അത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സാധനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളഞ്ഞു പോകുന്ന ഈ സ്ഥലത്ത് ഇത് എത്തണമെങ്കിൽ വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഇതേ പോക്ക് പോയാൽ ഭൂമിക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇത് വളഞ്ഞിട്ടേ യാത്ര ചെയ്യാൻ കഴിയൂ. ഫ്ലൈറ്റ് ഇങ്ങനെ പോയാലേ ഭൂമിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ശരിക്കും ജായിറായ വഴി. ജായിർ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോകുന്ന വഴിയാണ്. ആകാശലോകത്ത് വളഞ്ഞു പോകുന്ന വഴികളെ ഉള്ളൂ എന്നാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു പോയാൽ നേരെ കുത്തനെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഭൂമിയുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ പോകുള്ളൂ റോക്കറ്റുകളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ കേർവായിട്ട് യാത്ര ചെയ്യും, സിഗ്സാഗായിട്ട് യാത്ര ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇസ്രാഇന്റെ ആ അനുഭവത്തിൽ മിഅ്റാജ് എന്ന് പറയാൻ കാരണം. മേലോട്ട് കയറാൻ സുഊദ് എന്ന് പറയും. മിസ്അദ് എന്ന് പറഞ്ഞ എലിവേറ്ററാണ്. നമ്മുടെ ലിഫ്റ്റിന് മിസ്അദ് എന്നാ പറയാ. അറബികളൊക്കെ സൻസീർ എന്ന് പറയും. മിസ്അദ് സ്വഇദ അലൽ മിമ്പർ,
എന്ന് പറഞ്ഞാൽ നേരെ കയറുമ്പോൾ സ്വൈദ എന്ന് പറയാം. അറജ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞു കയറാന. മിഅറാജ് എന്ന വാക്കിന്റെ ഉള്ളിൽ പോലും ഒരു മുഅ്ജിസത്തുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ആകാശലോകത്തേക്കുള്ള യാത്ര വളഞ്ഞു പൊളഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. അവിടുത്തെ ടെമ്പറേച്ചറും അവിടുത്തെ സംവിധാനവും അതിന്റെ രീതിയും അങ്ങനെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. വമിൻഹാ ജാഇർ, ആ വഴികളിലേക്ക് നിങ്ങളെ എത്തിച്ചു തരേണ്ടത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. റബ്ബ് ചെയ്യും. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അതിനാണ്. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അല്ലേ, സാറ്റലൈറ്റ് അല്ലെങ്കിൽ GPS, നമുക്ക് റോഡിലൂടെ പോകാൻ വരെ സാറ്റലൈറ്റ് കണക്ട് ചെയ്യും. നമ്മുടെ ഫോണുകൾ അതാണ്. ഫ്ലൈറ്റുകൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, നിങ്ങളെ വഴികളിലേക്ക് എത്തിച്ചു തരുന്നത് അള്ളാഹുവിന്റെ പടച്ചതമ്പുരാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. വമിൻഹാ ജാഇർ, ആ വഴികളിൽ വളഞ്ഞു പോകുന്ന വഴികളുണ്ട്. ആ വഴികളിൽ സഞ്ചരിക്കാനുള്ളതും ഞാൻ നിങ്ങൾക്ക് പടക്കാൻ പോകുന്നുണ്ട്. കാരണം അന്തരീക്ഷത്തിലൂടെ ഈ ഒരു വളഞ്ഞ യാത്ര ഫ്ലൈറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നേരെ അത് ഒരുവിധ റോഡൊക്കെ നമ്മുടെ നാട്ടിലെ വളഞ്ഞ റോഡുണ്ട് എന്നൊക്കെ പറയാം ഭൂമിയിൽ, എന്നാലും നിർത്താൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ആകാശത്തുള്ള യാത്ര ഇങ്ങനെ മേലെ കുനിഞ്ഞു 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 വരുമ്പോഴേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വല്ല ഔട്ടർ സ്പേസിലേക്ക് എത്തിപ്പോയി പോകും. വമിൻഹാ ജാഇർ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയാ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളിലെയും ചില സിറുകളെ മനസ്സിലായി. ഇത് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞില്ല. നിങ്ങൾക്ക് വേറെയും യാത്ര ചെയ്യാൻ ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കപ്പലുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. നബി തങ്ങൾ കടൽ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കപ്പലിൽ പോയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ കപ്പലിനെ സംബന്ധിച്ച് ഹദീഥു സഫീന എന്ന് പറയുന്ന ഒരു ഹദീഥ് തന്നെ ഉണ്ട്, വളരെ മനോഹരമായ. അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളുടെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞൊരു ഡബിൾ ഡക്കുള്ള കപ്പലിനെ സംബന്ധിച്ച് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് കണ്ടിട്ടൊന്നുമില്ല സ്വല്ലല്ലാഹു. എങ്ങനെ അതൊക്കെ പറഞ്ഞത്? യാ അല്ലാഹ്, ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ ഉദാഹരണമാണ്. വേറെ ഉദാഹരണം കേട്ടോ, അല്ലാഹു തആല പക്ഷികളെ ആകാശലോകത്ത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കാതിരിക്കാൻ. രണ്ട് ത്വയ്റിന്റെ പരാമർശമുണ്ട് ഖുർആനിൽ. ഒന്ന്, അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن. അവലം യറൗ, അവർ കാണുന്നില്ലയോ, ഇല ത്വയ്രി ഫൗഖഹും, ത്വയ്ർ ത്വാറ യതീറു, ത്വയ്ർ എന്ന് പറഞ്ഞാൽ പറക്കുന്ന സംഗതികളാണ്, പറക്കുന്നവ. അത് ബേർഡ്സ് ആവാം, എയർക്രാഫ്റ്റുകളാകാം, സ്പേസ് ഷട്ടറുകളാവാം, പിന്നെ പട്ടമാകാം, എന്തുമാവാം. പറക്കുന്നതിനൊക്കെ ത്വയ്ർ എന്ന് പറയും. അവർക്കുമീതെ, തലകൾക്കുമീതെ പറക്കുന്നവയെ കാണുന്നില്ലയോ, ചിറകുകൾ വിടർത്തിയും കൂട്ടിവെച്ചും പറക്കുന്നവ. അത് പക്ഷികളെ കുറിച്ചാണ് മനസ്സിലായി. കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല അവയെ ഇങ്ങനെ പറക്കാൻ സഹായിക്കുന്നത്. അവരുടെ ബോഡി വെയ്റ്റ്, അവരുടെ വിങ്സ്, അവരുടെ ടെയില്, അവരുടെ ബീക്ക്, ഇതൊക്കെ അതിന്റെ ബോഡി ഷേപ്പ് അടക്കം അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്. റഹ്മാനാണ് അവരെ താങ്ങി നിർത്തുന്നത് എയറിൽ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ. കരുണ ജീവൻ ഉള്ളതിനോടോ ഇല്ലാത്തതിനോടോ ചെയ്യുക? ജീവൻ ഉള്ളതിനോട്. അതുകൊണ്ട് ആ പറക്കുന്ന ജീവനുള്ള സാധനമാണെന്ന് മനസ്സിലായി. ഇനി അള്ളാഹു പറയുന്ന മറ്റൊരു സ്ഥലം, അവലം യറൗ ഇലത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നത് ആവർത്തനാണോ? ഒരിക്കലും ആവർത്തനമല്ലോ. അറബി അറിയുന്നവർക്ക് ശരിക്കും ഇതിന്റെ ഭംഗി മനസ്സിലാവും. അവലം യറൗ ഇലത്വയ്രി, അവർ കാണുന്നില്ലയോ പറക്കുന്നവയെ, മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നത്. തസ്ഖീർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ. നമ്മൾ വാഹനം കയറി എന്താ ദ്വാരക്കുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നല്ലോ നീ. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്. ഫ്ലൈറ്റ് ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷികളെ പറ്റി പറഞ്ഞപ്പോ എന്താ? ഫൗഖഹും, കാക്കയൊക്കെ നമ്മളെ തലന്റെ മീതെ ഇങ്ങനെ വലിയ ദൂരത്തൊന്നും പോകുന്നില്ല അല്ലേ, നിങ്ങളുടെ തലക്കുമീതെ. അത് പക്ഷികളെ പറ്റി. അവിടെ റഹ്മാൻ എന്ന് പറഞ്ഞു, കാരുണ്യവാൻ, ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യുക. ശരിയാണ്. പിന്നെ ചിറക് പിന്നെ സ്ട്രെച്ച് ചെയ്യുക, കൺസ്ട്രെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ചിറക് വിടർത്തുകയും കൂട്ടുകയും ചെയ്യും. അതൊക്കെ പക്ഷികൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇനി അതൊന്നും പറയാതെ അള്ളാഹു ചില പക്ഷികളെ പറഞ്ഞു. അവലം യറൗ ഇലത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട് പറക്കുന്നവയെ നിങ്ങൾ കാണുന്നില്ലയോ? മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് അവയെ പിടിച്ചു നിർത്തുന്നത്. കാരുണ്യവാൻ എന്ന് പറഞ്ഞില്ല. എന്തേ? ജീവനുള്ളതും ഇല്ലാത്തതൊക്കെ പറക്കുന്നുണ്ട്. മനുഷ്യന്മാരുള്ളതും മനുഷ്യന്മാരില്ലാത്തതും ആകാശത്ത് പറക്കുന്നുണ്ട്. അവിടെ അള്ളാഹു പ്രയോഗിച്ചത് ഇല്ലല്ലാഹ്.
പക്ഷികളെ പറ്റി പറഞ്ഞപ്പോൾ ഇല്ല റഹ്മാൻ. ഇതൊക്കെ ഖുർആന്റെ സറ്റിലിറ്റി ഓഫ് ലാംഗ്വേജ്. ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര അത്ഭുതമാണ്. ഇത് നമുക്ക് പ്രവാസികളായതുകൊണ്ട് ഞാൻ ആ ഭാഗം ടച്ച് ചെയ്തെന്ന് മാത്രം. നമ്മൾ യാത്ര ചെയ്യുന്ന സംവിധാനം ഇത്രയും ലോകത്തുണ്ടായിട്ട് എന്താ അള്ളാഹുവിൻ്റെ സൂചന പോലും ഉണ്ടായില്ല. വാഹനത്തെക്കുറിച്ച് ഖുർആൻ ഒരുപാട് പറഞ്ഞല്ലോ, കടലും കരയൊക്കെ പറഞ്ഞു, എന്നാൽ പിന്നെ എയറും കൂടെ പറഞ്ഞുകൂടായിരുന്നു. അതിൻ്റെയൊക്കെ സൂചനകൾ അവിടെ വെച്ചിട്ടാണ് പഠിച്ചുമ്പോൾ അള്ളാഹു നമുക്ക് ഖുർആൻ തന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ അറിയുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ബലാഗത്ത് ഒരു വിഷയമാണ്. ദ റിസ്റ്റോറിക് ബ്യൂട്ടി ഓഫ് ഖുർആൻ. ഖുർആൻ ഉപയോഗിച്ച ഓരോ വാക്കുകളും ആപ്റ്റാണ്. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ നകാലം മിനല്ലാഹ് ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അസ്മഈ ഓതിയപ്പോൾ ഒരു അറാബി പറഞ്ഞു, അസ്മഈ എന്താ നിങ്ങൾ ഈ പറയുന്നത്? അസ്മഈ ഭാഷാ പണ്ഡിതനാണ്. പറഞ്ഞു, അള്ളാഹിന്റെ കലാം ഖുർആൻ സൂറത്തുൽ മാഇദ പഠിച്ചിട്ടില്ലേ? എനിക്ക് സൂറത്തുൽ മാഇദ എന്ന് അറിയില്ല, പക്ഷെ ഇത് ഖുർആനല്ല. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. അസ്മഈ, ഇത് അള്ളാഹിന്റെ കലാമല്ല. ഈ മനുഷ്യങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഖുർആനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് അള്ളാഹിന്റെ കലാമല്ല. മുസാഫ് കൊണ്ടുവരി എന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആന്റെ മക്തൂബാത്ത് കൊണ്ടുവന്ന അസ്മഈ ഓതുമ്പോ വല്ലാഹു അസീസുൻ ഹക്കീം എന്ന് പറയേണ്ടടുത്ത് ഗഫൂർ റഹീം എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഈ അറാബി അള്ളാഹിന്റെ കലാമല്ല എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചു, അല്ല അറാബി, ഒട്ടകങ്ങളുടെ കയറ് പിടിച്ച് നടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഓതിയത് തെറ്റിയിട്ടുണ്ട് എന്ന്? അസ്മഈ ഓതിയിട്ട് എന്തെങ്കിലും ഓതിയത്? വസ്സാരിഖു വസ്സാരിഖ, മോഷണം ചെയ്യുന്ന ആണും പെണ്ണും അവരുടെ മോഷണം തെളിവുകളാൽ കോടതിക്ക് ബോധ്യപ്പെടുകയോ അവർ സ്വയം സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ മുൻകൈ മുറിക്കപ്പെടുന്ന ശിക്ഷ നടപ്പാക്കപ്പെടും. ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്, ഇത് അവർ ചെയ്ത തിന്മയ്ക്കുള്ള ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയുമാണത്, അവരർഹിക്കുന്നതാണ്, അല്ലാഹു നൽകുന്ന ശിക്ഷയുമാണ്. എന്നിട്ട് അസ്മഈ ഓതിപ്പോയത് വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. പൊന്നാര അസ്മഈ, കൈമുറിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുടെ പുറത്തു കൊടുക്കുന്നു, റഹ്മത്ത് ചെയ്യുന്നു, എങ്ങനെ പറയാനാ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അള്ളാഹിന്റെ കലാമല്ല, മനുഷ്യന്മാരുടെ ആയിരിക്കും. ആയത്തെന്താ? വല്ലാഹു അസീസുൻ ഹകീം. അങ്ങനെ പറയും, അള്ളാഹു അസീസാണ്, പരമാധികാരിയാണ്. അധികാരമുള്ള ആൾക്കാണ് നിയമം നടപ്പാക്കാൻ പറ്റുള്ളൂ. കൈമുറിക്കണം, അതൊരു നിയമമാണ്. ആ നിയമം പറയണമെങ്കിൽ നിങ്ങൾക്ക് അധികാരം വേണം, അസീസാവണം. പിന്നെ ഹക്കീമാണ്, അള്ളാഹു തന്ത്രജ്ഞാനിയാണ്, അള്ളാഹ് ഹിക്മത്തുള്ളവനാണ്, യുക്തിയുള്ളവനാണ്. അതെ അതെ അതെ, ഇങ്ങനെ കൈമുറിക്കണമെന്ന് ശിക്ഷ നടപ്പാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു ശരീഅത്തിന്റെ നിയമത്തിന് ഒരു ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. അപ്പം ശരിയാണ്. ഇത് ഖുർആനിൻ്റെ ഭാഷയുടെ ഒരു അത്ഭുതമാണ്. ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖൻസാഇൻ്റെ ഒരു കവിതയുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖൻസ ഇസ്ലാം സ്വീകരിക്കുന്ന അവരുടെ ബ്രദർ ഒരു വലിയ കവിയാണ്. അദ്ദേഹം മരിച്ചതിൻ്റെ പിന്നാലെ ലോകം മുഴുവൻ പൊട്ടിക്കരയുമാർ കവിത ചൊല്ലിയ പെണ്ണാണ് ഖൻസ. അവിടെ 4 മക്കൾ ശുഹദാക്കളാണ്, വേറെ വിഷയം. അത് ഇസ്ലാമിലെ ഒന്നിനു ശേഷം തൻ്റെ ബ്രദർ പറഞ്ഞ, തൻ്റെ സഹോദരൻ പാടിയ പാട്ടിൻ്റെ ഓരോ വാക്കുകളെയും കീറിമുറിച്ച് അവിടെ അതായിരുന്നില്ല പറയേണ്ടിയിരുന്നത്, ഇതായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം സഹോദരനെ തിരുത്തിയ ഖൻസ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ റബ്ബിന് വേണ്ടി സ്വന്തം 4 മക്കളെ സമർപ്പിച്ച ഉമ്മയാണ് ഖൻസ എന്ന് പറയുന്ന ആ മഹതിയായ കവയത്രി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് വായിക്കാൻ പറഞ്ഞ 2 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ഒന്ന് പ്രപഞ്ചമാണ്, മറ്റേ പുസ്തകം നമ്മുടെ ശരീരമാണ്, നമ്മുടെ ബോഡി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹു സനുരീഹിം, ഇൻ ഫ്യൂച്ചർ, വരാൻ പോകുന്ന തലമുറകൾക്ക് അല്ലാഹു കാണിച്ചുകൊണ്ടിരിക്കും. ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ഖുർആന്റെ ഓരോ ആയത്തും ദൃഷ്ടാന്തമാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്ന അത്ഭുതം എന്നാണ് ആയത്തിന്റെ അർത്ഥം. കവിതകൾക്ക് നമ്മൾ വേഴ്സ് എന്ന് പറയും. കവിതകളുടെ ഒരു വരി, ബൈത്തിനൊക്കെ ഇംഗ്ലീഷിൽ വേഴ്സ് എന്ന് പറയും. പക്ഷെ ഒരിക്കലും ഖുർആനെ പറ്റി ഇത് പറയാൻ പറ്റില്ല. ഖുർആൻ ആയത്തുകളാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈൻ, SIGN, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ആർക്കെന്നറിയോ? സനുരീഹിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവിശ്വാസികളാണ്. അവിടെ തഫ്സീറിൽ നോക്കിയാൽ മനസ്സിലാവും. കാഫിറുകളെ സംബന്ധിച്ച് പറഞ്ഞതാ. പടച്ചവനെ നിഷേധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ അവർ സയന്റിസ്റ്റുകളൊക്കെ ആയിരിക്കും.
പക്ഷെ അവർ പഠിച്ചോനെ ശരി, അവർ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ കൂളായിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, പ്രപഞ്ചത്തിന്റെ ചക്രവാള സീമകളിൽ, പ്രപഞ്ചത്തിന്റെ ഓരോരോ മുക്കിലും മൂലയിലും സ്പേസിലും അന്തരീക്ഷത്തിലും, വഫീ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ തന്നെയും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നേ വരെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഏറ്റവും കുറച്ചു മാത്രം മനസ്സിലായ മനുഷ്യന്റെ ഒരു ഹ്യൂമൻ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് അത്ര കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല എന്നാണ്. ഒരു ദിവസം 200 പേജുകൾ കാണാപ്പാടാക്കി മരിക്കണവരെ കാണാപ്പാടാക്കി മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു 20% നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി? ആ ലൈബ്രറിയുടെ വലുപ്പം എത്രയാണ്? ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും എൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ ശരീരത്തിലും പ്രപഞ്ചത്തിന്റെ ചക്രവാളങ്ങളിൽ. എന്തിന്? ഹത്താ യതബയ്യന ലഹും അന്നഹു അൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണ് എന്ന് അവരെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് മനസ്സിലാകും ഇത് ഖുർആനിലുണ്ടല്ലോ. അങ്ങനെയാണ് പലരും നമ്മൾ കളിയാക്കുന്ന വിഷയം. എന്തെങ്കിലും ഇങ്ങനെ ഖുർആനിൽ ആ കണ്ടുപിടിച്ചപ്പം പറഞ്ഞു അത് ഖുർആനിലുണ്ടല്ലോ, അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ആദ്യം കണ്ടുപിടുത്തം നടക്കും, എന്നിട്ട് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അതുകൊണ്ട് സയൻസ് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, മെഡിസിൻ പഠിക്കണം, നമ്മുടെ മക്കള് നന്നായിട്ട് വായിക്കണം. ഇത്രമേൽ എൻ്റർടൈനിങ് ചെയ്യുന്നൊരു സംഭവം ലോകത്ത് വേറെയില്ല. നമ്മൾ പോകുന്നത് അല്ലാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറാ والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين. سورة غافر. الله الذي جعل لكم الأرض قرارا, ഭൂമിയെ നിങ്ങൾക്ക് സ്റ്റേബിളായി നിർത്തിത്തന്നത് അല്ലാഹുവാണ്, അനങ്ങാത്തത്. നിങ്ങൾക്ക് വിഷമമില്ലാതെ സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ നിൽക്കാനും നടക്കാനും ഓടാനും യാത്ര ചെയ്യാനും പറ്റുന്ന വിധം ഭൂമിയെ ഒരുക്കിത്തന്നത് അല്ലാഹുവാണ്. നമ്മളിവിടെ ഇരിക്കും, 1 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മൾ 1,08,000 കിലോമീറ്റർ ഇസ്ലാമിക് സെന്ററിന്റെ ബിൽഡിങ്ങോടുകൂടെ ഈ ഭൂമിയോടുകൂടെ അബുദാബി സിറ്റി അടക്കം നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം മാത്രമല്ല ഭൂമിയോടുകൂടെ നമ്മൾ 1,08,000 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിച്ചു. പലത് അറിഞ്ഞിട്ടുണ്ടോ? 1 മണിക്കൂർ കൊണ്ട് ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഓട്ടം, ആ പ്രദക്ഷിണത്തിൽ ഭൂമി ഓടുന്ന ഓട്ടം 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. നമുക്ക് ആർക്കെങ്കിലും അത്ര സ്പീഡിലൊക്കെ ഒരു ബൈക്ക് പോകാൻ പറ്റുമോ? ഫ്ലൈറ്റ് പോകാൻ പറ്റുമോ? ഫ്ലൈറ്റൊക്കെ 900 സ്പീഡൊക്കെ അല്ലേ പോകുള്ളൂ. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. അതാണ് ഖറാറൻ. എന്ത് റാഹത്തിലിരിക്കുന്ന ചായ ചിന്തിയിട്ടില്ല, പേപ്പർ പാറിയിട്ടില്ല. നമ്മൾ കൊടുങ്കാറ്റ് അനുഭവിക്കൂലേ? ഒരു ട്രെയിനൊക്കെ, ഒരു ഫാസ്റ്റ് ട്രെയിനൊക്കെ അടുത്തൂടെ പോയാൽ നിൽക്കാൻ പറ്റുമോ? ഇത്രയും വലിയൊരു സംവിധാനത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഖറാറാണ്. ഇത് നിങ്ങൾക്ക് അല്ലാഹു സമാധാനമായി നിലനിൽക്കാൻ കഴിയുന്ന വിധം ഉണ്ടാക്കിയതാണ്. ഇത് മനസ്സിലായത് എപ്പോഴെന്നറിയോ? ഈ ഖറാർ എന്ന വാക്കിന്റെ ഒരു അത്ഭുതം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പേസ് ഷട്ടിലുകളിൽ ശാസ്ത്രകാരന്മാർ ആകാശത്തേക്ക് പോയപ്പോഴേ കഥ അറിയുന്നത്. നമ്മുടെ ഒരു ഉംറക്കുള്ള ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഉസ്താദ് അതെപ്പോഴാന്ന് അറിഞ്ഞാൽ പോകായിരുന്നു വിചാരിക്കുന്നവരുണ്ടാവുന്നത്. അത് പൂരിപ്പിച്ച് കൊടുക്കും. മോമിഞ്ഞ് പറഞ്ഞു കള്ളത്തരൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഉംറക്കല്ലേ, കള്ളത്തരൊന്നും ചെയ്യലുണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് പേര് മൊബൈൽ നമ്പർ ഇട്ട് കൊടുക്കുക, വളണ്ടിയേഴ്സ് കൊണ്ടുവരും. അത് വേഗം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് എവിടെ കൊണ്ടുപോയിടേണ്ടത്? അത് അവരെ കളക്ട് ചെയ്യപ്പം കൊടുത്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. എങ്ങനെ മൂന്നാൾക്ക് ചാൻസ് ഉണ്ട് ഉംറക്ക് പോകാൻ. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ കൂപ്പൺ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും വളണ്ടിയേഴ്സിനെ തന്നെ ഏൽപ്പിക്കണം. നിങ്ങളുടെ ഭാഗത്തുള്ള വളണ്ടിയേഴ്സിനെ എഴുതിയിട്ട് അതേപോലെ തന്നെ ഏൽപ്പിക്കുക. ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ വെച്ച് അതിൻ്റെ റോൾ എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൽ വ്യക്തമായിട്ട് പേര് പൂർണ്ണമായിട്ട് എഴുതണം, മൊബൈൽ നമ്പറും കൃത്യമായിട്ട് എഴുതണം. അത് രണ്ടാണ് നമ്മുടെ വിളിക്കാനുള്ളത്. പിന്നെ നറുക്കെടുക്കുന്ന സമയത്ത് സദസ്സിലുള്ളവരെ മാത്രം പരിഗണിക്കുമോ? ആ സമയത്ത് സദസ്സിലില്ലെങ്കിൽ അത് വേറൊരാൾക്ക് പോകുന്നതായിരിക്കും. പിന്നെ 3 ഉംറ, അതോടൊപ്പം തന്നെ 10 പേർക്ക് ഗിഫ്റ്റും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ ഉംറക്ക് പോകല്ല, അപ്പോൾ ഒരാൾ ഒരു പ്രാവശ്യം എഴുതും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ എല്ലാ ആഴ്ചയും നടക്കുന്ന ഈ ഖുർആൻ ക്ലാസ് വ്യാഴാഴ്ചയാണ്. മാഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും അടുത്ത വ്യാഴാഴ്ച മുതൽ തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ഉസ്താദിൻ്റെ
ഖുർആൻ പ്രഭാഷണം ഇവിടെ നടക്കാറുണ്ട്. അത് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നു വിനീതമായി അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പം നിങ്ങൾ കുടുങ്ങിയെന്ന് പറയാം അല്ലേ? ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇനി ഉസ്താദെ വേഗം നിർത്തണേന്ന് വരുന്നുള്ളേ, എന്നാലും ഇപ്പോൾ സംഗതി നടക്കുള്ളൂ. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ ഒരു VIP ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വരിക, ഉംറക്ക് കൊണ്ടുപോവുക, ഭക്ഷണം തരിക. മാഷാ അല്ലാഹ്. അതൊക്കെ ഇസ്ലാമിക് സെൻ്ററിന് പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ്. പൂരിപ്പിച്ച് പോയാൽ മതി എന്നാണ് നമുക്ക് ആരെയും കൊടുത്തിട്ട് മുങ്ങായിരുന്നു. ഇപ്പം അത് പറ്റില്ലല്ലോ. സാറില്ല. അതൊരു നല്ല കാര്യത്തിനല്ലേ, ഇരിക്കല്ലേ, കുഴപ്പമില്ലല്ലോ. ഞാനും ഭയങ്കര ക്ഷീണം, ഉറക്കം തൂക്കിയാണ് വന്നത്. റബ്ബേ ഇന്നിപ്പോൾ എന്തിനാ ഖുർആൻ ക്ലാസ് ഞാൻ ഏറ്റെടുത്തതെന്ന് പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഒരു നിങ്ങളെ കൂടെ എത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഊർജ്ജം കിട്ടിയതാ. അൽഹംദുലില്ലാഹ്. നൗഫലറിന് വേദ പറയണമെന്ന് നമ്മൾ പറയുന്ന വിഷയങ്ങൾക്കല്ലേ വേദ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ സയൻസൊക്കെ ഇങ്ങനെ വേദ പറയാൻ പറ്റും? അങ്ങനെ ശൈലിയിൽ പറയാൻ പറ്റുമോ? നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കണം. ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ? ഇതാണ് അള്ളാഹിൻ്റെ ചോദ്യം. വെറുതെ ചിന്തിക്കുന്നുണ്ടാവും, ചെറിയൊരു ചിന്തയൊക്കെ നമുക്കുണ്ടാവും. എല്ലാവർക്കും നോർമലി പറയുന്നത് കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടോ? അഫലാ യതദബ്ബറൂന യതഫഅലൂന. അത് പറയുമ്പോൾ ഒരു തകല്ലുഫ് ഉണ്ടെന്ന് പറയും. സമാരൊക്കെ പറഞ്ഞൊരു തഫഅല എന്ന് പറഞ്ഞ ഒരു ഇടങ്ങേറായിട്ട് ചെയ്യുന്നതിന് അങ്ങനെ പറയാം. കുറച്ച് പ്രയാസത്തിൽ ചിന്തിക്കുമെന്ന് മനസ്സിലാവില്ല. ഒന്നുകൂടെ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കേണ്ട വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅ. ആകാശത്തെ നിങ്ങൾക്ക് കെട്ടിടമായി ഉണ്ടാക്കി തന്നവനാണ് അല്ലാഹു. അത് ഞാൻ അങ്ങനെ തന്നെ പറയാണ്. 21-ാം നൂറ്റാണ്ടിൽ ആകാശം ബിനാ ആണ് എന്ന് ശാസ്ത്രകാരന്മാർ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് ആദ്യമൊക്കെ ഒരു പടച്ചോനെ, ഈ ആകാശം ഇങ്ങനെ സ്പേസ് അല്ലേ, അത് എംപ്റ്റി വാക്യൂം അല്ലേ അവിടെയൊക്കെ ഉള്ളത്, അത് കെട്ടിടമെന്ന് അള്ളാഹു പറയുമ്പോൾ എങ്ങനെയാ നമുക്ക് മനസ്സിലാവില്ലേ? പക്ഷെ അള്ളാഹുവിൻ്റെ വചനം എത്ര സത്യമാണ്. ഇന്ന് സയൻസ് ഉപയോഗിക്കുന്ന വാക്ക് സ്പേസ് എന്നല്ല, ബിൽഡിങ്ങുകളാണ്, കോസ്മിക് ബിൽഡിങ്ങുകളാണ് അന്തരീക്ഷത്തിലുള്ളത്, സ്പേസിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വസ്സമാഅ ബിനാഅ. അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കി തരാൻ അള്ളാഹു നമുക്ക് തന്ന റബ്ബിനെ കുറിച്ച് അറിയാനുള്ള വഴികളാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വാക്കുകൾ. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മദ്രസയിലോ സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലെ പടിവാതിൽ പോലും കാണാത്ത, എഴുത്തും വായനയും അറിയാതിരുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കി എന്ന് എങ്ങനെ പറയും? തങ്ങൾ ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് എങ്ങനെ പറയാം? എത്ര അത്ഭുതം നോക്കണേ. ഖുർആൻ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവിടെ, ഭയങ്കരമായ ഇൻഫ്ലുവൻസ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് സൂറത്ത് ത്വാഹ കേട്ടതിന് ശേഷമാണ്. സൂറത്ത് ത്വാഹയാണ് മഹാനവറുകളെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ സൂറത്ത് ത്വാഹയുടെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് തഫ്സീർ തുടരുന്നത്. സാന്ദർഭികമായി പറഞ്ഞ സൂറത്ത് ത്വാഹ. തുഫൈലു ദൗസി റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടുകൊണ്ട് മുസ്ലിമായ സ്വഹാബിയാണ്. ഖുർആനാ കേട്ടത്, വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു അബ്ബാസ് തങ്ങളുടെയും ശിഷ്യഗണങ്ങളായി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ദർസ് കേട്ട് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ വഅദ് കേട്ട് ആയിരം എന്നല്ല ലക്ഷക്കണക്കിന് കിതാബിൽ കാണുക, അത്രയും ആളുകൾ ദീനിലേക്ക് വന്നിട്ടുണ്ട്. അത്ര വലിയ മാസ്മരികതയുള്ള വിശുദ്ധമായ വചനം ഹബീബായ നബി തങ്ങളുടെ കയ്യിലുണ്ടായിരിക്കെ, ഇപ്പൊ ചിലരൊക്കെ പറയില്ല അതൊരു ഇറ്റ് കുഡ് ബി ഹ്യൂമൻ ഹാൻഡി വർക്ക്, മനുഷ്യന്റെ കൈകളാവാം. തങ്ങൾക്ക് പറഞ്ഞൂടെ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യമായി കഴിഞ്ഞാൽ പലരും അത് ഞാനാ ചെയ്തത് അങ്ങനെയല്ലേ പറയാറ്, അത് എൻ്റെതാണ് അങ്ങനെ പറയാനൊരു താല്പര്യം വരൂലേ? ഉണ്ടാവില്ലേ? ഒരു ന്യൂസ് നിങ്ങൾ പോസ്റ്റ് ചെയ്തു, കുറെ ആൾക്കാർ ലൈക്ക് ചെയ്തു, കുറെ ഷെയർ, അത് ഞാൻ വിട്ടതാന്ന് പറയും. എവിടെ ഓൻ ബടായി പറയായിരിക്കും, വിട്ടത് വേറെ ആരെയൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ കാണുമ്പോൾ ഒരു ആവേശം വരൂലേ? തങ്ങൾ പറയാം ഇത് എൻ്റേതല്ല. തങ്ങൾ എപ്പോഴും പറഞ്ഞ ഖുർആൻ എൻ്റേതാണെന്ന്. തങ്ങൾ പറഞ്ഞത് മുഴുവൻ ഇത് അള്ളാഹിന്റെ വചനമാണ്, എൻ്റേതല്ല. പിന്നെ എങ്ങനെ തങ്ങൾ ചെയ്തതെന്ന് ആരോപിക്കാം? പിന്നെ പറയുന്നത് ക്രിസ്ത്യാനികളിൽ നിന്ന് കോപ്പിയടിച്ചു, അങ്ങനെ ചില പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്. പൊന്നു ചങ്ങായിമാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈസാ നബി അള്ളാന്റെ ദൈവമാണെന്നും മറിയം ബീവിയും ജിബ്രീൽ അലൈഹിസ്സലാമും പടച്ചോനാണ് എന്നും വിശ്വസിച്ചിരുന്ന കാലമാ നബിയുടെ കാലം. നബി തങ്ങൾ എന്താ ഖുർആനിൽ പറഞ്ഞത്? ഈസാ നബി അള്ളാന്റെ അബ്ദാൻ, ഈസാ നബി അള്ളാഹുവിന്റെ ദാസനാണ്, പ്രവാചകനാണ്, ദൈവമല്ല, ദൈവപുത്രനുമല്ല. മറിയം ബീവി മനുഷ്യരാണ്. അവര് ഭക്ഷണം കഴിച്ചിരുന്നവരാ, ടോയ്ലറ്റ് പോയിരുന്നവരാ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇതെങ്ങനെ പടച്ചോനാവുക? അവര് പറഞ്ഞതാണ് നബി തങ്ങൾ എഴുതിയതെങ്കിൽ
ആ ത്രിയേകത്വമല്ലേ ഖുർആനിൽ വരേണ്ടത്? ഖുർആൻ തിരുത്തല്ലേ ചെയ്തത്? അവരുടെ വിശ്വാസത്തെ നബി തങ്ങൾ തിരുത്തിയില്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? അവരിൽ നിന്ന് പഠിച്ചതാണോ അത്? അല്ല. വെറുതെ പറയാം, എന്താ ചെയ്യാ? വെറുതെ ആരോപിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു ഉപയോഗിച്ച ചില വാക്കുകൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണിത്. സൂറത്ത് ഫുസ്സിലത്തിലാണ് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാള സീമകളിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഓരോ വസ്തുവിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ഡേറ്റ അള്ളാഹുവിന്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലയോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്. ഓരോ മനുഷ്യനും ആരും വിട്ടുപോകില്ല. നമ്മളിപ്പോൾ ഇത്ര ആളുകളൊക്കെ ഉണ്ട്. ഒരാളൊക്കെ പണ്ടൊക്കെ ഹാജർ എടുക്കുമ്പോൾ അവിടെ ഇല്ലാത്തവർക്ക് വെറുതെ ഹാജർ എന്നൊക്കെ പറയും അല്ലേ? അവർ മാഷിയാരൊക്കെ ഉണ്ട് എന്ന്. അങ്ങനെ മുങ്ങാനൊക്കെ നാട്ടിൽ പറ്റിയിരുന്നു. അള്ളാഹിൻ്റെ അടുത്ത് മുങ്ങാൻ പറ്റുമോ? അവലം യക്ഫി ബിറബ്ബിക് അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഒരു അണുപോലും ഒരു തന്മാത്ര പോലും വിട്ടുപോകാത്ത വിധം ഓരോ വസ്തുവിന്റെയും കൃത്യമായ ഡേറ്റ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. സൂറത്ത് ഫുസ്സിലത്ത് നോക്കണം. മനുഷ്യന്മാർ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയുടെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യൻ ഒരു ആശ വെച്ചു തുടങ്ങിയ കാലം. സൂര്യൻ ഇവിടെയാണ്, ചന്ദ്രൻ ഇവിടെയാണ്, നമ്മുടെ മിൽക്കി വേയുടെ മറ്റു പ്രതലങ്ങൾ എവിടെയാണ്? ഇതൊക്കെ മനുഷ്യൻ അറിയാനുള്ള ഒരു ജിജ്ഞാസ മനുഷ്യൻ ഉടലെടുത്തു. റീസെന്റ് ഒരു കഴിഞ്ഞ 200-300 വർഷങ്ങൾക്കുണ്ട്. സയൻസ് പേരിട്ടു സ്പേസ്. നമ്മൾ സ്പേസ് എന്നല്ലേ പറയാ? ആകാശലോകത്തിന് സ്പേസ് എന്നാ പറയാ. പക്ഷേ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലാ എന്ന. ഖുർആൻ ഒരിക്കലും ഫലാ എന്ന് പ്രയോഗിച്ചില്ല ആകാശത്തെ കുറിച്ച്. ഫലാ എന്ന് പറഞ്ഞാൽ എംറ്റി എന്ന് പറയാം, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനാണ് ഫലാ എന്ന് പറയാ. ആകാശലോകത്ത് ഒരിടം പോലും ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ 96% വരെ മനുഷ്യന്റെ കണ്ണുകൾക്കോ ടെലിസ്കോപ്പുകൾക്കോ കാണാൻ കഴിയാത്തവയാണ്. ഡാർക്ക് മാറ്ററുകളാണെന്നാ പറയാ. ഡാർക്ക് മാറ്ററുകൾ. നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രത്തിനിടയിൽ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷത്തിന്റെ ദൂരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല, വാക്യൂമാണെന്ന ശാസ്ത്രം വിചാരിച്ചു. അതുകൊണ്ടാണ് അന്നൊക്കെ സയന്റിസ്റ്റുകൾ സ്പേസ് എന്ന് പറയാൻ തുടങ്ങിയത്. സ്പേസ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം എന്നാ. സത്യത്തിൽ ആ കാണാത്തിടത്ത് ഇരുണ്ട സാധനങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഇന്ന് മനസ്സിലാക്കി. ഡാർക്ക് മാറ്റർ എന്ന് അവരെ വിളിക്കുക. അപ്പൊ മനസ്സിലാക്കുന്നു നമ്മൾ കാണുന്നത് 4% മാത്രമേ ഉള്ളൂ. 4% കാണുന്നുള്ളൂ. കാണാത്ത 96% ഓഫ് ദ കോസ്മിക് entity is unseen. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയില്ല. കണ്ണിന് കാണാൻ കഴിയാത്ത 96% സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞു ബിൽഡിംഗ്, അവിടെ ബിൽഡിങ്ങുകളാണ്, നക്ഷത്രങ്ങളുടെ ബിൽഡിംഗ്. അതിന് ബുറൂജ് എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിന്റെ ആ ഒരു ആയത്ത് നമ്മൾ അവിടെ ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്. ബിൽഡിങ്ങുകളാണ് ആകാശ ലോകത്തത്ര നക്ഷത്രങ്ങളുടെ ബിൽഡിങ്ങുകൾ. നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നായി ഒരേ ലൈനിൽ സീക്വൻസിൽ വരുന്നതിനാണ് ഈ ബിൽഡിംഗ് എന്ന് പറയാം. നമ്മൾ ബിൽഡിംഗ് പോലെ എന്ന് വിചാരിക്കരുത്. സ്പേസിലെ സ്റ്റാർ ബിൽഡിങ്ങുകൾ, സ്റ്റാർ ബ്രിഡ്ജുകൾ ഉണ്ട്. അവിടെ ഒരു പാലം കെട്ടുന്ന പോലെ സ്റ്റാർ പില്ലറുകളുണ്ട്, ഒരു തൂണുകൾ പോലെ. ഇങ്ങനെയാണ് ലോകത്ത് സ്പേസിൽ നക്ഷത്ര ലോകങ്ങളെ സയന്റിസ്റ്റുകൾ ഇപ്പൊ കാണുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവിടെ ബിൽഡിങ്ങുകളെ പോലെയാണ്. സ്ട്രക്ചർ അങ്ങനെയാണ്. ഓരോന്നും മറ്റൊന്നും തമ്മിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. എത്തിപ്പെടാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, വളരെ അത്ഭുതകരമായൊരു സംഭവമുണ്ട്. നമ്മൾ വെറുതെ സ്വർണം അതും ഇതൊക്കെ വെറുതെ ആലോചിച്ചിരിക്കുന്നതിനിടയിൽ ഡയമണ്ട് ഉള്ളൊരു സംഭവം ലോകത്തുണ്ട്. 55 കാങ്ക്രി ഇ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. 55 കാങ്ക്രി ഇ എന്നാണ് ഇതിൻ്റെ പേര്. കള്ളക്കടത്തേര് പാലൊക്കെ ഇങ്ങനെ ഫുൾ ഡയമണ്ടാണ്. ആ ഗ്രഹം മൊത്തം ഡയമണ്ടാണ്. ഒരു ഗ്രഹം മൊത്തം ഡയമണ്ട് എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാന്നല്ലേ? നടക്കൂല. നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് 40 പ്രകാശവർഷം, അത്രേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന നക്ഷത്രത്തേക്ക് 20 ബില്യൺ പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? 9.7 ട്രില്യൺ കിലോമീറ്റർ ആണ്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 1 മില്യൺ 10 ലക്ഷം. 1000 മില്യൺ ആകുമ്പോൾ 1 ബില്യൺ. 1000 ബില്യണുകൾ കൂടുമ്പോൾ 1 ട്രില്യൺ. അങ്ങനത്തെ 9.7, അതെ 10 ട്രില്യൺ കിലോമീറ്റർ ആകുമ്പോഴാണ് ഒരു പ്രകാശവർഷം. നമ്മുടെ ഈ ഡയമണ്ട് കിടക്കുന്ന ഈ നക്ഷത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 പ്രകാശവർഷമാണ്.
388 ട്രില്യൺ കിലോമീറ്ററുകൾ. അപ്പോൾ ആ ഡയമണ്ട് ഒന്നാകെ കൊണ്ടുവരാവുന്ന ചെലവിനേക്കാൾ കൂടുതലാണ് യാത്ര ചെയ്യാനുള്ള ചെലവ്. പിന്നെ പോയി തിരിച്ചൊരുമ്പോഴേക്കും ആൾ കാലിയായി പോകും. അത്രയും സമയം നമുക്ക് സ്പേസിൽ നിൽക്കാൻ കഴിയില്ല. 55 കാങ്ക്രി ഇ എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ലോകം. നമ്മൾ ഈ കാണുന്ന ലോകം ആകെ 4% ഉള്ളൂ അത്രേ. ബാക്കിയുള്ള 96% കാണാത്ത ലോകമാണ്. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ. അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾക്ക് മീതെ കിടക്കുന്ന ആകാശങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലയോ? നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന്റെ ദൗത്യം കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയം ആകാശത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അത് തങ്ങളുടെ ഒരു ഇഷ്ടമായിരുന്നു. നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുക. തദബ്ബുർ ഫി ആയാത്തിൽ അതൊരു ഇബാദത്താണ്. ചിന്തയുടെ ഒരു ഇബാദത്ത്, തഫക്കുറിന്റെ ഒരു ഇബാദത്തുണ്ട്. ചിന്തിക്കുക എന്ന് പറഞ്ഞൊരു ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. 1 മണിക്കൂർ ആലോചിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണ്. എന്താലോചിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചും റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആലോചിക്കുന്നത്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ മിനിമം 1000 മിനിറ്റ് വേണ്ടേ? 1 മണിക്കൂർ ബ്രെയിൻ എക്സസൈസ്. അതുകൊണ്ട് ഈ ആലിമീങ്ങൾ പെട്ടെന്ന് സ്വർഗത്ത് കടന്നു പോകും. എന്താ വെച്ചാൽ നമ്മൾ ഈ കുത്തിയിരുന്ന് ഉണ്ടാക്കുന്ന കോല് പെട്ടെന്ന് എന്ത് ചെയ്യും? കൈക്കലാക്കി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാരും സാധാത്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, ടച്ച് ചെയ്യേണ്ട, തൊടണ്ട, അത് വിട്ടേക്ക്. ഓരോ ഹിസാബായിട്ട് പഠിച്ചോണ്ട് ഓല് പോകും. നമ്മൾ ബാക്കിൽ ക്യൂല് കിടക്കും. നമ്മുടെ ബാക്കിലായി പോകും. ഓരെങ്ങനെയെങ്കിലും കഴിച്ചിലായി പോയിട്ടുണ്ടാവും. അവരുടെ ഇബാദത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റൂല. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലിയാണ് അത്ര 1 മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. ഇബാദത്തു തഫക്കുർ എന്ന് അതിന് പറയാം. ചിന്ത കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്. അങ്ങനെയുണ്ട്. നിസ്കരിക്കാതെ അങ്ങനെ ചിന്തിച്ചിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ തെറ്റി കൊടുക്കണേ. ഇനി നാളെ ട്രോള് വരും. ഇനി പരിപാടിയൊക്കെ നിർത്താൻ പറഞ്ഞു, ചിന്തിച്ചാൽ മതി എന്നാണ് ഈ പറയണത്. അഫലം യൻദുറു ഇലസ്സമാ. ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ഫൗഖഹും, നിങ്ങളുടെ മീതെ കിടക്കുന്ന ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് അള്ളാഹു അതിനെ ഒരു സ്ട്രക്ചറാക്കി, ഒരു കെട്ടിടമാക്കി ഉണ്ടാക്കി വെച്ചത്. ആകാശം, ഈ കാണുന്ന നീല നിറം, അത് സ്പേസാണ്. അത് നമ്മളതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ഭൂമിയുടെ ഖിലാഫുൽ ജവ്വിന്റെ മുകളിലുള്ള സ്ഥലങ്ങൾ, നക്ഷത്രങ്ങൾ കിടക്കുന്ന സ്ഥലം, നമ്മുടെ ക്ഷീരപഥം എന്ന് പറയുന്ന മിൽക്കി വേ, അദ്ദർബു തബ്ബാന എന്ന് അറബിയിൽ പറയുന്ന മിൽക്കി വേ എന്ന താരസമൂഹം, ഭയങ്കര അത്ഭുതങ്ങളല്ലേ? നോക്കുന്നില്ലേ? ആകാശലോകം എത്ര മനോഹരമാണ്. അവിടെ ഒഴിവായി നിൽക്കുന്ന, വിടവായി നിൽക്കുന്ന എംപ്റ്റി സ്പേസുകൾ ഒന്നുമേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഭയങ്കര അത്ഭുതം. സൂറത്ത് ഖാഫാണിത്. വമാ ലഹാ മിൻ ഫുറൂജ്. ആകാശത്ത് സ്പേസ് ആയി കിടക്കുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളില്ല. നമ്മൾ ഇന്ന് ആലോചിക്കുക, ഈ ആയത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. ഇന്നിപ്പോൾ സയൻസ് ബിൽഡിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങി. സ്റ്റാർ ബിൽഡിങ്ങുകളുണ്ട് പ്രപഞ്ചത്തിൽ, സ്റ്റാർ ബ്രിഡ്ജുകളുണ്ട് പ്രപഞ്ചത്തിൽ, സ്റ്റാർ പില്ലറുകളുണ്ട്. നമ്മൾ ഈ തൂണിന് പില്ലറാണ്. അങ്ങനെ സ്റ്റാർ പില്ലറുകൾ ലോകത്തൊരുപാടുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അള്ളാഹു ആകാശത്തെക്കുറിച്ച് പറഞ്ഞത് മുഴുവനും ബിനാഅൻ, കെട്ടിടങ്ങൾ എന്നാണ്. ഒരിടത്തും അള്ളാഹു ഫലാ, ഒഴിഞ്ഞുകിടക്കുന്ന സ്പേസ് എന്ന പ്രയോഗം അള്ളാഹുവിന്റെ കലാമിലില്ല. എസ്റ്റാബ്ലിഷ്ഡ് സയന്റിഫിക് ഫാക്റ്റുകൾ, അതായത് സ്ഥിരീകരണം കിട്ടിക്കഴിഞ്ഞ വസ്തുതകളെ സംബന്ധിച്ച് ഖുർആനുമായി നമുക്ക് മാച്ച് ചെയ്യാം. നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളെ ഖുർആനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പിന്നെ തിരുത്തിയേക്കും. അള്ളാഹുവിന്റെ കലാമ് തിരുത്തൂല. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഭയങ്കര അത്ഭുതമാണ്. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും. ജനങ്ങളെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമേ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമേ. അവനാണ് നിങ്ങളെ പടച്ചത്. നമ്മളെ പടച്ചത് അള്ളാഹുവാണ്. നമ്മളെ പഠിച്ചത് 3 ഓപ്ഷനേ ഉള്ളൂ. അവിടെ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളാണ് നമ്മളെ പഠിച്ചത്, അല്ലെ വേറെ മനുഷ്യന്മാരാണ് നമ്മളെ പഠിച്ചത്, അല്ലെങ്കിൽ വേറെ ഒരാളാണ് പഠിച്ചത്. നമ്മളെ പഠിച്ചത് നമ്മളാണോ? അപ്പൊ വാപ്പിയമ്മേ അതിൻ്റെ ഒരു ചെറിയ കാരണം മാത്രമല്ലേ ഉള്ളൂ. ഓരോ വാപ്പാർക്കും അവരുടെ മക്കളെ ഗർഭാശയത്തിൽ വളർത്താൻ ഉമ്മക്കോ ഉപ്പക്കോ കഴിവുണ്ടായിരുന്നെങ്കിൽ എല്ലാ മക്കളും നല്ല ചുരുക്കുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല മക്കളായിട്ടല്ലേ വരുള്ളൂ. കാരണം എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. പക്ഷേ കൺസെപ്ഷൻ ആയി കഴിഞ്ഞു, വിശേഷം ഉണ്ട് എന്നാണ് പറഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ അതിന് മുമ്പും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. അല്ലേ? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്ക് ഓട്ടിസം ഉണ്ടോ? അവർക്ക് ഐസൈറ്റ് പ്രയാസമുണ്ടോ? അവരുടെ സെൻസ് ഓഫ് ഹിയറിങ്ങിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കൺട്രോൾ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഇല്ല. പ്രസവിക്കുന്നവരെ
കല്യാണം കഴിക്കാത്തവൻ കെട്ടിയിട്ടില്ലല്ലോ എന്നാ, കല്യാണം കഴിച്ച റബ്ബെ കുട്ടിയായിട്ട് ഗർഭമായി തുടങ്ങിയ റബ്ബെ ഞാൻ കുട്ടി എന്ത് ജനിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവും, ജനിച്ച് വളരുമ്പോൾ കുട്ടീനെ സ്കൂളിലാക്കുമ്പോൾ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാവും. ഇങ്ങനെ കാലം മുഴുവൻ ടെൻഷനാണ് മനുഷ്യൻ്റെ ജീവിതം അല്ലേ. കഴിഞ്ഞ പിന്നെ കെട്ടിക്കണമല്ലോ, അല്ലെങ്കിൽ ഓന് ജോലി ആയിട്ടില്ല. കുറേ ആളുകളുടെ ടെൻഷൻ അതാ, മകൻ പഠിച്ചപ്പോൾ MCA ഒക്കെ കഴിഞ്ഞിരിക്കുക, പക്ഷേ ജോലി ആയിട്ടില്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു പോയി ഇടയ്ക്ക്. ആ കാലഘട്ടമൊന്നും നമ്മളപ്പോൾ ഓർക്കൂല. ആ സമയത്ത് ഓരോന്നും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യൻ വലിയ കഷ്ടപ്പാടിൽ തന്നെയാണ് ജീവിക്കുന്നത് എപ്പോഴും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ. ഖൈറായത് നമുക്ക് നമ്മുടെ മക്കളും കുടുംബത്തിനും അള്ളാഹു നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ റബ്ബ് ഖൈർ നൽകട്ടെ രണ്ട് ലോകത്തും. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. പടച്ചവൻ ആരാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരാധന വല്ല ഫുട്ബോൾ പ്ലെയർക്ക് കൊണ്ടുപോയി കൊടുക്കും, വല്ല സിനിമാ സ്റ്റാറിനും കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ ഹേമ കമ്മീഷനൊന്നും പോകണില്ല, അതേ നമ്മൾ പറയുന്ന കാര്യമാണത്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ആരാധന എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അത് അള്ളാഹ് കൊടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും, അത് വല്ല കാമുകിക്കോ കാമുകനെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. ആരാധന അള്ളാഹ്ക്കേ പാടുള്ളൂ. ഇബാദത്ത് പരമമായ നമ്മുടെ കടപ്പാടും ബന്ധവും അള്ളാഹുവിനോട് മാത്രമാണ്. പിന്നെ അവിടുത്തെ റസൂലിനോടാണ് സ്വല്ലല്ലാഹു അലൈഹി, പിന്നെ നമ്മുടെ ഉമ്മയോട് ഉപ്പയോട്, അങ്ങനെ പോകും. അല്ലേ, അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു. സ്പേസ് ഷട്ടിലുകളിൽ മനുഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ ആ ഷട്ടിലുകളിൽ ഭൂമിയുടെ അന്തരീക്ഷം അതിൻ്റെ മർദ്ദവും ഒക്കെ കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് പുറത്തെത്തിയാൽ, ഗ്രാവിറ്റി എന്ന് നമുക്കറിയാലോ, ഗുരുത്വാകർഷണ ബലം, ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു സംവിധാനമാണ്. ഗുരുത്വാകർഷണ ബലമുള്ള ഭൂമിയുടെ അന്തരീക്ഷ പാളി, ആ പാളിക്ക് പുറത്തേക്കാണ് കടന്നാൽ മനുഷ്യൻ തിന്നാൻ കഴിയില്ല, കൈ വായിലേക്ക് എത്തൂല, ഭക്ഷണം പിടിച്ച് ഇങ്ങനെ പോവുക, കൈ വായിക്ക് എത്തണ്ടേ, ഉറങ്ങാൻ കഴിയില്ല, മര്യാദയ്ക്ക് വയറ്റെന്ന് പോവില്ല. ഉറങ്ങണമെങ്കിൽ തലക്ക് മുകളിൽ അവർ ചില ഇമ്പൾസുകൾ, നമുക്ക് തലക്ക് കുറച്ച് പ്രഷർ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കനം കിട്ടാൻ വേണ്ടി അങ്ങനെ ഉറങ്ങുക. കാരണം ബെഡിൽ കിടന്നാൽ പൊങ്ങും. ബെഡിൽ ഫോട്ടോകൾ കാണാൻ പറ്റും, സ്പേസ് ഷട്ടിലിൻ്റെ ഉള്ളിലെ പറക്കണ പോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക, ഓരോരുത്തരും എങ്ങനെയൊക്കെയോ ആടിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. വാഹനത്തിൻ്റെ ഉള്ളിലത്തെ കഥയായി പറയുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ പോയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഈസി. എത്ര ആയിരം ക്ലാസ്സുകൾ, മണിക്കൂറുകൾ അവരതിന് ചെലവഴിക്കണം എന്നറിയോ. മിനിമം സ്കൈ ഡൈവിങ് ചെയ്യണമെങ്കിൽ വരെ ട്രെയിനിങ് വേണം. വിമാനത്തിൽ പോയി ചാടാൻ നടക്കുന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കുമെന്നും പറയില്ല, അതിന് കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഹാർട്ട്, നമ്മുടെ ആ എയർ പ്രഷർ, ഗ്രാവിറ്റി, ഇതൊക്കെ അളന്ന് മനുഷ്യൻ്റെ ബോഡി വെയിറ്റ് ഇതൊക്കെ നോക്കി ഒരുപാട് പഠനം നടത്തി ലാസ്റ്റേ നിങ്ങൾക്ക് എന്നാൽ പോരെന്ന് പറഞ്ഞ് കൊണ്ടുപോകുള്ളൂ. ആകാശലോകത്തേക്ക് പോകുന്ന ആളുകൾ ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉള്ളിൽ പറക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ താഴെ കാലുകുത്താൻ പറ്റുന്നില്ല, ചാരി നിൽക്കാൻ പറ്റൂല, കാരണം അപ്പോഴേക്കും ആടിമറിയും. വായിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ രണ്ട് കൈയും പിടിച്ചൊക്കെ എത്തുമ്പോഴേക്കും കൈ പോയി പോവും. ഗ്രാവിറ്റി ഇല്ല. ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ഖറാറൻ, സ്റ്റേബിളാക്കി തന്നില്ലയോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴാണ്. ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തിന് മുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഭൂമി നമുക്ക് സംഭവിക്കുന്നില്ലല്ലോ. നമ്മൾ കുടിക്കുന്നു, ഇരിക്കുന്നു, നമ്മൾ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒരു ബിസ്മില്ലയും ഒരു അൽഹംദുലില്ലയും പറയുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബിസ്മി ചൊല്ലണം. കഴിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. വലത് കൈ കൊണ്ട് തിന്നനെ കുടിക്കണേ. അല്ലാഹു ഇന്നല്ലാഹു യുഹിബ്ബുൽ അഖ്ലത ഫയസമ്മില്ലാഹ അലൈഹ. ബിസ്മി ചൊല്ലിയിട്ട് തിന്നുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്തേ? ഖറാറായ, സ്റ്റേബിളായ, അനങ്ങാത്ത ഒരു ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭൂമിയാണെങ്കിലോ മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്ന പോലുമില്ല. ഭൂമിക്ക് മുകളിൽ വേറെ ട്രെയിൻ പോകുന്നു, ഫ്ലൈറ്റ് പോകുന്നു. ഈ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ ഭൂമിൻ്റെ അന്തരീക്ഷത്തിനുള്ളിലാണ്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് എന്ന് തന്നെ പറയും. ആകാശം എന്ന് പറയുകയാണെങ്കിലും ഭൂമിയുടെ ആ ഒരു അന്തരീക്ഷ ഗിലാഫുൽ ജവിക്കുള്ളിലായതിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 2 കണ്ണും തന്ന പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാൻ കഴിയുന്ന പുസ്തകം ആകാശമല്ലയോ? റൂമിൽ നിന്ന് പുറത്തിറങ്ങി, ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം കാണുന്ന ഒന്ന് ഭൂമി, ഒന്ന് ആകാശം. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അല്ലാഹുവിൻ്റെ ആകാശ ലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലവുമില്ല. സ്പേസ് എന്ന് പറയാൻ ഒന്നുമില്ല. അവിടെ ഞങ്ങളൊക്കെ നക്ഷത്രങ്ങളുടെ കെട്ടിടങ്ങളാണ് ഞങ്ങൾ കാണുന്നത് എന്ന് നാസയിലെ സയന്റിസ്റ്റുകൾ പറയാൻ.
നമ്മൾ ഈ സയൻസുകാരനൊക്കെ നാസയുടെ വെബ്സൈറ്റ് നോക്കണേ. ആരോ പറഞ്ഞു പിന്നെ ചന്ദ്രനിൽ പോയില്ല, അവിടെ ബാങ്ക് കിട്ടൂ, നീൽ ആംസ്ട്രോങ് മുസ്ലിം ആയി എന്നൊക്കെ. അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ അറ്റാച്ച് ചെയ്തു, മൂപ്പര് മുസ്ലിം ആയപ്പോൾ നാസിന്ന് പുറത്താക്കിയല്ലോ എന്ന്. എന്താ ചെയ്യുക? നമ്മൾ ഈ പുറത്താക്കണ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് മലയാളികൾക്ക്. ജോലി പോയി എന്ന് കേൾക്കണത് എപ്പോഴാ പോവുക, കിട്ടണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ പച്ച നുണ അടിച്ചു വിട്ട് കുറേ ആൾക്കാർ വിശ്വസിച്ചു അത്. അവിടെ ചന്ദ്രനിൽ ബാങ്ക് കിട്ടും. പൊന്നു ചങ്ങായിമാരെ, ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. സൗണ്ട് വേവ് പാസ് ചെയ്യണമെങ്കിൽ അന്തരീക്ഷം വേണം. സൗണ്ട് കേൾക്കൂല അവിടെ. നീൽ ആംസ്ട്രോങ് മലേഷ്യയിലേക്ക് ചെന്നപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോട് ബഹുമാനമാണ്, വലിയ സ്നേഹം, ഞാൻ ബാങ്കൊന്നും കേട്ടിട്ടില്ല. അവിടുന്ന് ബാങ്ക് കിട്ടു. പിന്നെ ഇവർ അറബ് രാജ്യത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഈജിപ്തിലെ മറ്റോ ബാങ്ക് കിട്ടും. ഇത് ഞാൻ ഇവിടുന്നോ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഇവരെ പഠിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. എത്രയോ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇല്ലാത്തവരെ പിടിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരാണെങ്കിൽ വന്നോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ മൂപ്പരുടെ ബാങ്കൊന്നും കേട്ടിട്ടില്ല, മൂപ്പര് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കാരണം നാസിയുടെ വെബ്സൈറ്റിൽ അയാളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അയാളുടെ ബയോഗ്രഫി ഉണ്ട്. അതിൽ മൂപ്പര് ഇസ്ലാം സ്വീകരിച്ചതോ ഞങ്ങൾ പുറത്താക്കിയെന്നൊന്നും ഇവർ എഴുതിയിട്ടില്ല. എന്താ ഒഥൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ സയൻസിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയാൻ പാടില്ല. നമ്മുടെ പ്രസംഗിക്കുക വേദവരൊക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഒഥൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളരെ ശ്രദ്ധിക്കണം, സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അപ്പോൾ പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് എന്താ നമ്മൾ പറയാൻ കാരണം? ഹർഷോ എന്തായിരുന്നു അതിൻ്റെ കണക്ഷൻ? ഗ്രാവിറ്റി. ചന്ദ്രനിൽ ഗ്രാവിറ്റി ഇല്ല. ഓക്കെ, ചന്ദ്രനിൽ ഗ്രാവിറ്റി ഇല്ല, ശരിയാണ്. അപ്പോൾ ആരോ പറഞ്ഞോട് അമേരിക്കൻ്റെ ഫ്ലാഗ് പറക്കുന്നുണ്ടല്ലോ, കാറ്റില്ലാതെ എങ്ങനെ പറക്കാൻ? അത് കാറ്റിൽ പറന്നതല്ല. ആ ഫ്ലാഗിന് ഇരുമ്പോ കോപ്പറിൻ്റെയോ പിന്നെ നാരുകൾ വെച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയ ഫ്ലാഗാണത്. കാരണം അതൊക്കെ ഭയങ്കരമായൊരു മിഷനാണ്. അതിന് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച ക്യാമറകൾ. ആ ഫ്ലാഗ് പറക്കല്ല അതിൽ ആ വെറുമൊരു ക്ലോത്ത് അല്ല അതിൽ പിന്നെ മെറ്റൽ ബാറുകൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതവർ ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ അതൊക്കെ പറഞ്ഞ് വെറുതെ നുണ പറയാതെ അവിടെ കാറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ അത് പാറിയത്, അപ്പോൾ അവിടെ പോയി ഇറങ്ങിയത് ഏതോ പാറപ്പുറത്താണ് എന്നൊന്നും പറയരുത്. ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന 100 കിലോയിലേറെ ഭാരമുള്ള സാധനങ്ങൾ ഇന്ന് നാസയുടെ ലാബിലുണ്ട്. 1000-ലേറെ വേറെ ലാബുകളിൽ ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ച് പഠനം നടന്നിട്ടുണ്ട്. അത് ഭൂമിയിലുള്ള സംഭവമല്ല. അതൊക്കെ ഉള്ളതാണ്. അത് എന്തിനാമില്ല എന്ന് പറയേണ്ടത്? അതവർ ചെയ്തു. അവർ വലിയൊരു മിഷനാണ് അത് സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ റഷ്യൻ സയൻറ്റിസ്റ്റുകളായിരുന്നു അതിനെ എതിർക്കേണ്ടത്. അവരാരും വേണ്ടിയിട്ടില്ല. അതുള്ളത് തന്നെയാണ്. ഇവിടെ വേറെ ചില കാര്യങ്ങൾ നമുക്കതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. സിറാജം മുനീറ വഖമറം മുനീറ എന്ന് പറഞ്ഞ ഒരു അത്ഭുതം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്താണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ വജഅല ഫീഹാ സിറാജൻ വഖമറം മുനീറ. മുനീർ ഉദവിസ്ത അവിടെ ഇരിക്കുന്നുണ്ട്. അഫലം തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ. ആകാശലോകങ്ങളിൽ ബുർജുകൾ ഉണ്ടാക്കിയ അല്ലാഹു പരിശുദ്ധനാണ്. നമ്മൾ ബുർജ് ഖലീഫ എന്ന് പറയില്ലേ? ഖലീഫ ടവർ എന്ന വാക്കിനർത്ഥം ബുർജ് എന്ന് പറഞ്ഞാൽ ടവർ എന്നാണ്. എന്താ ബുർജ് എന്ന് പറഞ്ഞാൽ? ഹിയ നുജൂം അല്ലതി തസ്തഫു ബിതരീഖത്തിൻ മുഅയ്യന. ഒരു പ്രത്യേക രീതിയിൽ ഒരേ ലൈനിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ബുർജ് എന്ന് പറയാം. പണ്ടൊക്കെ രാശികൾ എന്ന് പറഞ്ഞു, ഇപ്പം അതല്ല സംഭവം. അത് ഒരേ സീക്വൻസിൽ വരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് ബുർജ് എന്ന് പറയുന്നത്. തബാറക്കല്ലദീ, സൂറത്തുൽ ഫുർഖാൻ, തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ. ആകാശലോകത്ത് നിരനിരയായി നിൽക്കുന്ന നക്ഷത്ര പഥങ്ങളെ പടച്ചവനാണ് അല്ലാഹു. നക്ഷത്ര സമൂഹങ്ങളെ നിരയായി ഒരേ ലൈനിൽ വരുന്ന നക്ഷത്രങ്ങളെ പടച്ചവനാണ് അല്ലാഹു. വജഅല ഫീഹാ സിറാജൻ. അവയിൽ അല്ലാഹു വിളക്കിനെ പടച്ചു, നല്ല പ്രകാശം തരുന്നതിന്. അത് സൂര്യനാവാം. വഖമറം മുനീറ. പ്രകാശിക്കുന്ന ചന്ദ്രനെയും അല്ലാഹു പടച്ചു തന്നു. ചന്ദ്രനിൽ പ്രകാശിക്കുന്ന ടെൻഡൻസി വളരെ കൂടുതലാണ്. അതിന് കാരണം പറയാം ഇൻഷാ അല്ലാഹ്. ഭൂമിയുടെ പോലെയുള്ള അന്തരീക്ഷമല്ല ചന്ദ്രൻ്റേത്. അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ പുസ്തകമാണ് ഈ പ്രപഞ്ചം. നക്ഷത്രവും ഭൂമിയും ചന്ദ്രനും മേഘങ്ങളും മഴയും കാറ്റും ചൂടും തണുപ്പും ഇതൊക്കെ അല്ലാഹുവിൻ്റെ വലിയ സംവിധാനങ്ങളാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. നക്ഷത്രങ്ങൾ സത്യം എന്ന് പറയുകയാണെങ്കിൽ ഫലാ ഉഖ്സിമു ബിൻ നുജൂം എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു പറഞ്ഞ എങ്ങനെയാണ്? ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം
വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ അത്ഭുതങ്ങളാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ അത്ഭുതമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡയമണ്ടുള്ള നക്ഷത്രം 40 പ്രകാശവർഷം മാത്രം ഏറ്റവും നിയറസ്റ്റ് ആണ്. അതൊക്കെ അത് വലിയ ദൂരം നല്ലത്, അതുപോലെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല. നക്ഷത്രങ്ങൾ 20 ബില്യൺ പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 300,000 300,000, അതായത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന സാധനം 20 ബില്യൺ കൊല്ലം യാത്ര ചെയ്താൽ എത്ര കിലോമീറ്റർ പോകുമോ അതാണ് ആ ദൂരം. 20 ബില്യൺ കിലോമീറ്റർ എന്ന് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ, ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സൂര്യപ്രകാശത്തിന് യാത്ര ചെയ്യാൻ കഴിയുമത്. ആ സ്പീഡിൽ പോകുന്ന സാധനം ഒരു വർഷം യാത്ര ചെയ്താൽ ഒരു മിനിറ്റിൽ എത്രയാവും, ഒരു മണിക്കൂറിൽ എത്ര, ഒരു ദിവസത്തിൽ എത്ര, ഒരാഴ്ച, ഒരു മാസം, 12 മാസം ഈ സ്പീഡിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അങ്ങനെ പോയാൽ ആ പ്രകാശം കവർ ചെയ്യുന്ന ദൂരങ്ങളെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയാം. 1 ലൈറ്റ് ഇയർ. ആകാശത്ത് മൈലും കിലോമീറ്റർ ഒന്നും പിടിക്കാൻ പറ്റില്ല, കയറ് പിടിക്കാൻ പറ്റില്ല. ഭൂമി അളക്കണ പോലെ പ്രകാശവർഷം എന്നേ പറയുള്ളൂ. അങ്ങനെ 20 ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങൾ ഇന്ന് നാസയുടെ കണക്കിലുണ്ട്. 20 ബില്യൺ പ്രകാശവർഷം. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1000 മില്യൺ, 10 ലക്ഷം കൊല്ലങ്ങൾ ഈ സാധനം ഈ സ്പീഡിൽ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന ദൂരത്ത് കിടക്കുന്ന നക്ഷത്രങ്ങൾ ഇന്ന് മനുഷ്യന് കണ്ടെത്താൻ പറ്റിയെന്ന് അള്ളാഹ് പറയാൻ. നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ അത്ഭുതമാണ്. നമ്മുടെ ഭൂമി എന്നത് ചെറിയ പൊടിയാണ്, അത് വളരെ ചെറിയൊരു കണിക പോലെയേ ഉള്ളൂ. പ്രപഞ്ചം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ലോകം വലിയ അത്ഭുതമാണ്. ഈ ലോകത്തെക്കാളും വലുതാണ് സ്വർഗമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ. കടന്നു വരുന്നില്ലയോ? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് ഓടി വരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും വരേണമേ. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളെ പോലെ അതിലേറെ വിശാലതയുള്ള കഅർളിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം അല്ലാഹുവിനെ ഞങ്ങൾ അവിടെ എത്തിച്ചു തരണമേ തമ്പുരാനെ. ആമീൻ. നമ്മളതിനുള്ള പരിശ്രമത്തിലാണ്. ചിന്ത എന്ന ഇബാദത്താണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ പറഞ്ഞ് സത്യം ചെയ്തു. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങൾ യഥാവിധം ബോധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഞാനീ പറയുന്ന സത്യം ഒരു ഗൗരവമായ സത്യം തന്നെയാണ്. അള്ളാഹു പറയാം, നക്ഷത്രങ്ങൾ എവിടെയുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ വളരെ അടുത്ത സമയം ഒരു നക്ഷത്രം പൊട്ടിത്തകർന്ന ഒരു സംഭവം നാസ റിപ്പോർട്ട് ചെയ്തു. അതൊരു ബുധനാഴ്ചയായിരുന്നു. ആ നക്ഷത്രം അവിടുന്ന് വിട്ടിട്ട് 8700 മില്യൺ കൊല്ലം കഴിഞ്ഞു എന്നാ. അത്രയും കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു പൊട്ടിത്തെറി ഈ അടുത്ത സമയത്ത് സയന്റിസ്റ്റുകൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്തു, അത് വീക്ഷിക്കാൻ സാധിച്ചു. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ പലതും ചത്തുപോയിട്ടുണ്ടാവുന്ന, ലൈറ്റ് ഒന്നും ഇപ്പം ഉണ്ടാവും. അന്നുണ്ടായിരുന്ന ലൈറ്റ് കാണും, നമ്മിലേക്ക് ഇത് എത്തുന്നത് ഇപ്പോഴാണ്. സാധനം അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ വല്ലാത്ത അത്ഭുതമുള്ള ലോകമാണ് ഈ പ്രപഞ്ചം. നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഫീഹാ മൗളിഉ, ഹദീസ് ഇങ്ങനെയാണ്, ഔ ഖമാ ഖാൽ അത്വതിസ് സമാഉ വഹഖ ലഹാ അൻ തഇത്ത്, ആകാശലോകം പേടിച്ച് വിറച്ചുകൊണ്ട് തേങ്ങലിടിച്ച് കരയുകയാണ്. മാ ഫീഹാ മൗളിഉ അർബഇ അസ്വാബിഅ ഇല്ലാ വഫീഹാ മലകുൻ സാജിദുൻ ഔ റാകിഅ, ആകാശലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നില്ല. അവിടെയെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ റുകൂഇലും സുജൂദിലും കിടക്കുകയാണ്. അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. നമ്മളവിടെ അങ്ങനെ ചിരിച്ചു നടക്കുന്നത്, അവരൊക്കെ പേടിയിലാണ്. അല്ലാഹ് പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ മാത്രം കിടക്കുന്ന മലക്കുകൾ ഉണ്ടത്രേ. ഖിയാമത്ത് നാളിന്റെ സൂറന്ന കാഹളത്തിലെ വിളംബരം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? സുബ്ഹാനക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി മഹോന്നതമാണ് റബ്ബേ, നിന്നെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല. മാ അബദനാക ഹഖ ഇബാദതിക്, അല്ലാഹുവേ നീ അർഹിക്കുന്ന വിധമുള്ള ഇബാദത്ത് നിനക്ക് തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് പറയുന്ന എവിടെ? ആയിരക്കണക്കിന് കൊല്ലം, ലക്ഷക്കണക്കിന് കൊല്ലം സുജൂദിൽ മാത്രം കടന്ന മലക്കുകൾ അല്ലാഹുവേ ഞങ്ങൾ ചെയ്തതൊന്നൊന്നുമല്ല. നമ്മളൊരു മഗ്‌രിബ് ഇശാ അസ്ർ സുബഹിയൊക്കെ നിസ്കരിച്ചാൽ പിന്നെ നമ്മൾ വലിയ ഔലിയാക്കന്മാരായി നമ്മൾ വിചാരിക്കണത്.
സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക്. ഇത്രയും വലിയൊരു ലോകമുണ്ടാക്കി എന്തിനാ അള്ളാഹു ഇതൊക്കെ പറഞ്ഞിരുന്നറിയോ? അള്ളാഹു മഹോന്നതനാണ്. ആ റബ്ബിനെ കണ്ണിൽ കാണണം നിങ്ങൾ പറയാൻ നിന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ചെറുതാവണമെന്ന് വാശി പിടിക്കലല്ലേ അതിനർത്ഥം? അള്ളാഹിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അപ്പം ഇല്ല. ഒരു മാഷങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ചോദിച്ചല്ലോ, മാഷങ്ങൾക്ക് മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. എവിടെ മാഷ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പം അതില്ലല്ലേ എന്ന് ചോദിച്ചു. കാണുന്നതല്ലല്ലോ, കാണുന്നതാണോ അത്ഭുതം? കാണാത്തതല്ലേ. 96% ഓഫ് ദ സീൻ വേൾഡ് ഈസ് അൺസീൻ ആക്ച്വലി. ഈ നാസ പറയുന്ന ഈ ലോകം 96% കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ലോകമാണത്രേ. ആകെ ഈ പറഞ്ഞത് മൊത്തം 4% കാണുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹനെ കാണുന്നത്, കാണാത്തത് വിശ്വസിക്കാൻ പറ്റൂല. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കറുത്ത പുകയുരുമ്പോൾ നമ്മൾ വിചാരിക്കണില്ലേ അതിനുള്ളിൽ തീ പിടിച്ചിട്ടുണ്ട്? തീ കണ്ടിട്ടാണോ അത്? ഈ പ്രപഞ്ചം എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ദലാലത്താണ്. അള്ളാഹു ഈ പ്രപഞ്ചം അള്ളാഹു എന്ന് വിശ്വസിക്കാത്ത ഒരു പടച്ചോൻ തന്നെ വിശ്വസിക്കണ്ടേ? ഒരാൾ ഇത് ഉണ്ടാക്കിയതാണ്, ഇത് വെറുതെ ഉണ്ടാവില്ല. നമ്മൾ വരും മുമ്പ് ഇവിടെ ഉണ്ട്, അപ്പൊ ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട്. ആ ആൾ ഹി ഹാസ് ടു ബി അൺക്രിയേറ്റഡ്. ഒരാളാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം. അള്ളാഹുവിനെ ആരെങ്കിലും പടച്ചു എന്ന് പറയുകയാണെങ്കിൽ അവനാര് പടച്ചു എന്ന ചോദ്യം അനന്തതയിലേക്ക് നീളും. അങ്ങനെ നീണ്ടുപോയാൽ ഇവിടെ സംഗതി നടന്നില്ല എന്നാ വരിക. നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ആൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, നിങ്ങൾക്ക് പോയി കൈ കൊടുത്തു, ആൾ പരിചയപ്പെട്ടു, എന്തൊരു തെറ്റിദ്ധാരണക്ക് ജയിലടക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സാധുവിനെ പോയി കാണുകയാണ്. ആരാ നിന്നെ വിട്ടത്? ജയിൽ വാർഡൻ തുറന്നു. മൂപ്പർക്കാരെ പെർമിഷൻ കൊടുത്തത്? ജയിൽ സൂപ്രണ്ട്. മൂപ്പർക്കാരാ കൊടുത്തത്? അവിടുത്തെ മേലുദ്യോഗസ്ഥൻ. അയാൾക്കാരാ കൊടുത്തത്? അങ്ങനെ അവസാനം ജഡ്ജ് പറഞ്ഞു ഇയാളെ വിടണം. ജഡ്ജിനാരാ കൊടുത്തത് എന്ന ചോദ്യം അവിടെ ഇല്ല. എന്തേ? ഫൈനൽ അതോറിറ്റി എന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിലേ ഇയാൾ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ജഡ്ജിനാര് കൊടുത്തു, അയാൾക്കാര് കൊടുത്തു. ഇങ്ങനെ ഉത്തരമില്ലാതെ പോയാൽ ഈ മനുഷ്യൻ എപ്പോഴും പുറത്തിറങ്ങൂല, അയാൾ ഉള്ളിൽ തന്നെ ആയിരിക്കും. കാരണം ഇത് തീരുമാനമുണ്ടേ ആരാ വിട്ടത് എന്നതുപോലെയാണ് ലം യലിദ് വലം യൂലദ്. അള്ളാഹു ആരാലും പടക്കപ്പെട്ടവനോ ആർക്കും പ്രസവിച്ചവനോ അല്ല. അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇസ്ലാമിന്റെ മനോഹരമായ വിശ്വാസമാണത്. ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങൾക്ക് അവിടെ ഉണ്ട്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ഫൈനൽ അതോറിറ്റിയുള്ള ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരാൾ നമ്മളെ പടച്ചിരിക്കണം. അല്ലെങ്കിൽ ജയിലിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ആൾ പുറത്തിറങ്ങൂല. അയാൾക്കാർ കൊടുത്തു, ആൾ കൊടുത്തു, ആ അള്ളാൻ ആര് പടച്ചു, ആ പടച്ചോൻ ആര് പടച്ചു, ഇങ്ങനെ പോയി 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 അനന്തതയിലേക്ക് പോയാൽ നമ്മളെന്ന സൃഷ്ടി ഇവിടെ ഇല്ലാതിരിക്കണം, നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഫൈനൽ അതോറിറ്റിയുള്ള ഒരാൾ അവിടെയുണ്ട്. അതാണ് റബ്ബ് തആല സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്ന് ഇൽമു വേണം. ഫഅലം, നിങ്ങൾക്ക് ബോധിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആണ് ഏകൻ, പടച്ചതമ്പുരാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾക്ക് ബോധിക്കണം. അത് വെറുതെ ചൊല്ലാനുള്ള ദിക്ർ മാത്രമല്ല അത്. ഫഅലം, നിങ്ങൾക്ക് ഇൽമു വേണം, എൻ്റെ റബ്ബാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. എങ്ങനെ ബോധിച്ചു? അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി? റബ്ബിന്റെ കലിമത്ത് ഇങ്ങനെ 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ കൈകളിലേക്ക് തന്നതുപോലെയുള്ള പരാമർശങ്ങളുള്ള അള്ളാഹുവിന്റെ വചനങ്ങൾ. യാ അല്ലാഹ്, 500 മില്യൺ പ്രകാശവർഷങ്ങൾ ദൂരമുള്ള നക്ഷത്രങ്ങളുടെ മതിൽ ഇന്ന് ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. 500 മില്യൺ പ്രകാശവർഷം. 500 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയത്? എത്ര കോടിയേ? എത്ര കോടിയേ? 500 10 ലക്ഷം എത്ര കോടിയാ? 50 കോടിയോ അല്ലേ? തെറ്റി തരണം. 50 കോടിയല്ലേ? 500 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 50 കോടി. 50 കോടി പ്രകാശവർഷങ്ങൾ നീളമുള്ള നക്ഷത്രങ്ങളുടെ ഒരു ജിദാർ, ഒരു മതില് എന്ന് നാസ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ. 500 കോടി കൊല്ലം ഒരു പ്രകാശം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം. എങ്ങനെ പോകുന്ന പ്രകാശം? സെക്കൻഡിൽ 3 ലക്ഷം, മണിക്കൂറിലല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അള്ളാഹു പറയാണ്, ആകാശലോകത്ത് ബുർജുകൾ ഉണ്ടാക്കിയവനാണ് അള്ളാഹ്. ബുർജ് ഖലീഫനെ ആലോചിച്ചാൽ മതി, അതന്നെ സംഭവം. ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ അട്ടിയട്ടിയായി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ആകാശലോകത്ത് ലൈമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക താരസമൂഹങ്ങളുണ്ട്. ലൈമൻ എന്നാണ് ഇതിന്റെ പേര്. 200 മില്യൺ പ്രകാശവർഷമാണ് ഇതിന്റെ ദൂരം. 200 മില്യൺ പ്രകാശവർഷം. ഏറ്റവും വലിയ സെലസ്റ്റ്യൽ എഞ്ചിനീയറിംഗ് സിമെട്രി എന്ന് പറയുന്ന മനോഹരമായ ഒരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്ന ഒരു താരസമൂഹമാണിത്. ലിമൻ എന്നാണ് ഇതിന്റെ പേര്. യാ അല്ലാഹ്, അതിന്റെ സെന്റർ മുറിച്ചു കടക്കണമെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ. 400,000 എന്ന് പറഞ്ഞ 4 ലക്ഷം. 4 ലക്ഷം കിലോമീറ്ററുകൾ, 4 ലക്ഷം പ്രകാശവർഷങ്ങൾ യാത്ര ചെയ്തെങ്കിലേ അതിൻ്റെ സെന്ററിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന താരസമൂഹങ്ങളുടെ ഈ വൃത്തത്തിൻ്റെ മധ്യത്തിലേക്കുള്ള ദൂരം 4 ലക്ഷം പ്രകാശവർഷങ്ങൾ. യാ അല്ലാഹ്,
ഇത്രയും അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളുള്ള ഈ ലോകത്തെ വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഞാൻ അവസാനിപ്പിക്കുകയാണ്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ ദാസനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥം സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആന്റെ ഒരു സൂറ പോലത്തെ നിങ്ങൾ കൊണ്ടുവരൂ. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഈ മത്സരത്തിൽ അല്ലാഹു അല്ലാത്ത എല്ലാവരെയും നിങ്ങൾ കൂട്ടുപിടിച്ചോളൂ. എല്ലാവരും സഖ്യായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ഖുർആനെ എതിർക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ പോസ്റ്റ് ഇടല്ല. ഖുർആന് തത്തുല്യമായത് സമാനമായ ഒരു വരി നിങ്ങൾ കൊണ്ടുവരൂ, ഒരു സൂറത്ത് കൊണ്ടുവരൂ. നിങ്ങൾക്ക് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, മാർക്കറ്റുകളിൽ അച്ചടി ഭാഷ സംസാരിച്ചിരുന്ന കാലമാണ് അറേബ്യയിലെ കാലം, മുത്തുനബി തങ്ങളുടെ കാലം. മക്കയിലും മദീനയിലും അങ്ങാടികളിൽ സംസാരിച്ചിരുന്ന ഭാഷ സാഹിത്യ ഭാഷയാണ്. അതുകൊണ്ടാണ് ഹദീസ് ഒന്നും മൊഴിമാറ്റിയതല്ല. ഹദീസ് എങ്ങനെയാണോ അങ്ങാടിയിൽ നടന്ന സംഭവങ്ങൾ ഹദീസിലുണ്ട്, വീട്ടിൽ നടന്നതുണ്ട്. എന്താണോ പറഞ്ഞത് അങ്ങനെ രേഖപ്പെടുത്തിയതാണ്. അതിനെ ഡയലക്റ്റ് മാറ്റിയിട്ടില്ല. ഡയലക്റ്റിൽ നിന്നും ക്ലാസിക്കൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടല്ല ഹദീസ് കിടക്കുന്നത്. ആ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന ശുദ്ധമായ ക്ലാസിക്കൽ ലാംഗ്വേജ് മാർക്കറ്റിൽ സംസാരിച്ചിരുന്ന കാലം, 70 മുഅല്ലഖാത്ത്, വലിയ വലിയ കാവ്യങ്ങൾ അവയുടെ മഹത്വം കാരണം കഅബയിൽ തൂക്കിയിട്ടിരുന്ന കാലം, കവികൾ രാജാക്കന്മാരെ പോലെ വിലസിയിരുന്ന കാലം. അവരോടാ ഖുർആൻ പറഞ്ഞത് നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരും. അവർക്കത് സാധിച്ചിട്ടില്ല. ഇന്നും അറബി സംസാരിക്കുന്ന നോൺ മുസ്ലിംസ് ഒരുപാട്, ക്രിസ്ത്യൻ അറബികൾ ഒരുപാട്, ക്രിസ്ത്യൻ ജൂഷിന് ഒരുപാട്. കൊണ്ടുവന്നോട്ടെ. ഇനി മുസ്ലിമീങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഏതെങ്കിലും യുക്തിവാദിയായി പോയാൽ ഞാനും നോക്കട്ടെ, നോക്കിക്കോ. പക്ഷേ നിങ്ങൾ സത്യസന്ധമായി ഖുർആന്റെ ആയത്തിനോട് മാച്ച് ചെയ്ത് നോക്കണം. ഇതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു. നിങ്ങൾക്ക് സാധിച്ചില്ലല്ലേ? അള്ളാഹു പറയാ, ഫഇല്ലം തഫഅലു, ഇതുവരെ നിങ്ങൾക്ക് സാധ്യമായില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, വലൻ തഫഅലു, ഒരിക്കലും നിങ്ങൾക്കത് സാധിക്കുകയില്ല. 6-ാം നൂറ്റാണ്ടുകാർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആലോചിച്ചോളൂ. പക്ഷേ അവർക്ക് പറ്റാത്ത കാര്യം ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നോക്കിക്കോളൂ, അള്ളാഹു പറയാണ്, ഫത്തഖുന്നാർ, അള്ളാഹുവിന്റെ ശിക്ഷയായ നരകം കാത്തോളൂ. നിങ്ങൾ പരമമായ ഒരു സത്യത്തെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് എതിർക്കാം, ഡിസ്പ്രൂവ് ചെയ്യാം. പക്ഷേ യു ഹാവ് ടു ബ്രിങ് സംതിങ് സിമിലർ ടു ഖുർആൻ. അത് കൊണ്ടുവരാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് കാലം കഴിച്ചാൽ യു വിൽ ഹാവ് ടു സഫർ. ഇതിന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതാണ് വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാ കാന ഹദീസൻ വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറ മിൻ ദൂനില്ലാഹ്, ഇതാരുണ്ടാക്കിയ വചനങ്ങളല്ല. ഞാൻ സയൻസിന്റെ ഒരു ആസ്ട്രോണമിയുടെ ഒരു ഭാഗം വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറയാൻ ചർച്ച ചെയ്യാനും ബാക്കി വെച്ചത് ഈ പറഞ്ഞതിൽ ഒരു അത്ര തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഞാൻ ഡോക്യുമെന്റഡായി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ, ടേസ്റ്റ് മനസ്സിലാക്കാൻ ഇത് മതി. ഖുർആന്റെ സറ്റിലിറ്റി ഓഫ് ലാംഗ്വേജ്, ഖുർആനിന്റെ റെഫറൻസ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് സയന്റിഫിക് ഫാക്ട്സ്, ഖുർആനിന്റെ ആക്യുറസി ഇൻ ഹിസ്റ്ററി, ഖുർആനിന്റെ ലിംഗ്വിസ്റ്റിക് ആൻഡ് റിട്ടോറിക് ബ്യൂട്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അറബി അറിയാത്തവർക്കും ഇത് മനുഷ്യന്റെ വചനങ്ങളല്ല, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ കേട്ടുപോകുന്ന ഒരുപാട് സയൻസ് വിഷയങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോവില്ല. അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മളൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. നമ്മൾ ചെറിയൊരു ഖിദ്മത്ത് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ച, മുമ്പ് ശനിയാഴ്ച ആയിരുന്നു നമ്മുടെ ക്ലാസ്, അതിപ്പോൾ വ്യാഴാഴ്ച ഉണ്ട്. നമ്മൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അപ്പോൾ കാലി ക്ലാസ്സിൽ കയറി ഞാൻ തുടങ്ങലുണ്ട് ക്ലാസ്. കാരണം നമുക്ക് ആളെ കാത്തിക്കേണ്ട ആവശ്യമില്ല. മൈക്കും ഇവിടെ ക്യാമറ ഓണാണ്, നമ്മൾ ക്ലാസ് തുടങ്ങും. നിങ്ങൾക്ക് അതിന് ഒരു വരാനും മജ്‌ലിസിലിരിക്കാനും ദുആ ചെയ്യാനൊക്കെ നമ്മൾ ഒരുമിച്ച് ദ്വാരന്നൊക്കെ പോവുക. അപ്പോൾ ആ ഒരു പുണ്യം കിട്ടാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വരും. ഞങ്ങൾ വരുമെന്നൊന്നും ഞാൻ പറയില്ല. എനിക്കങ്ങനെ വരണം എന്ന് അതില്ല. അത് നമുക്ക് അങ്ങനെ നിങ്ങൾ വരണം, നിങ്ങൾ വന്നിരിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല. അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ആരെങ്കിലും ദീൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയിച്ചു കൊടുത്തേക്ക്. നിങ്ങൾക്ക് പറ്റും, നിങ്ങളും വരി. നമുക്ക് ദ്വാരക്കാലും ആമീൻ പറയുമ്പോൾ ആ ദ്വാരക്ക് ഉത്തരം ഉണ്ടാവും. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിൽ ഓൺ ടൈം നമ്മൾ ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തത് അല്ലേ? സമയം 7:30ക്കാണ്. അപ്പോൾ നിസ്കാരം വരും, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ 7:30ക്ക് നമ്മൾ ആരംഭിക്കുക എന്ന രീതിയിലാണ് എല്ലാ വ്യാഴാഴ്ചയും. ഇടയ്ക്ക് ലീവോ കാര്യങ്ങളൊക്കെ ട്രാവലിംഗ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഇൻഷാ അല്ലാഹ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വ്യാഴാഴ്ച ഇതാണ് ഞാൻ ഇന്നെ തന്നെ ലോക്കാക്കാൻ ചെയ്തത്. കാരണം വെള്ളിയാഴ്ച രാവിലെ സ്കൂളുണ്ട്. അപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് കൺട്രി പോകില്ല. ആ ഒരു ധൈര്യത്തിലാണ് വ്യാഴാഴ്ചക്ക് വെച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ എത്തണം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഖിദ്മത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഭക്ഷണം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞോളി. അപ്പോൾ അത് കിട്ടാതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ.
ഇത്രയും നേരം കാത്തിരുന്നിട്ട് അത് കിട്ടാതെ പോയ ഭയങ്കര സങ്കടമായിരിക്കും. അവർ 15 മിനിറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നീട്ടാണ്. കുഴപ്പമില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلنا السماء سقفا محفوظا وهم عن آياتنا معرضون. സംഭവം എത്തിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കണേ. വിശക്കുന്നവർക്ക് ഭാഷണമല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന്. وجعلنا السماء سقفا محفوظا. ആകാശലോകത്തെ, നമ്മുടെ ഉപരിമണ്ഡലത്തെ അല്ലാഹു സുരക്ഷിതമായ ഒരു മേൽക്കൂരയായി നിങ്ങൾക്ക് സംവിധാനിച്ചിരിക്കുന്നു. സുരക്ഷിതമായ മേൽക്കൂര. വഹും അൻ ആയാതിനാ മുഅ്രിദൂൻ. അങ്ങനെ ഒരു ദൃഷ്ടാന്തം തലക്ക് മുകളിൽ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണല്ലോ മനുഷ്യർ. എത്ര ആളുകളാണ് പുറംതിരിഞ്ഞു നടക്കുന്നത്? അള്ളാഹുവിന്റെ ചോദ്യം നോക്കണം. ഈ പറയുന്നത് ചന്ദ്രനെ സംബന്ധിച്ചുള്ളൊരു പഠനമാണ്. ചന്ദ്രൻ, അതിനെ സംബന്ധിച്ച് നാസയിലെ തന്നെ മാക്കേ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറകളെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ചന്ദ്രനിൽ താമസിക്കാൻ വലിയ പ്രയാസം, വലിയ വലിയ കുഴികളാണുള്ളത്, വലിയ വലിയ കുഴികളാണ്. ചന്ദ്രൻ പിളർന്നോ ഇല്ലയോ എന്ന ഒരു സയന്റിഫിക് വിഷയമുണ്ടല്ലോ, അതിപ്പോഴും ഒരു ഡിബേറ്റ് ആണത്. ഞാനിതൊരു ഇജാസുൽ ഖുർആനെ സംബന്ധിച്ചൊരു 1000 പേജുള്ളൊരു ഗ്രന്ഥം വാങ്ങിച്ചിരുന്നു. ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ 2 സയന്റിസ്റ്റുകൾ തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നവർ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അതിൽ എഴുതി വെച്ച ആ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഒരു ആളുടെ പഠനമായിരുന്നു വായിച്ചത്. പിന്നെ ആരോ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെടുന്നത്. കാരണം ചന്ദ്രൻ പിളർന്നോ എന്ന വിഷയം നാസ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ ഇൻഷക്കൽ ഖമർ, ചന്ദ്രൻ മുഴുവനായി പിളർന്നു എന്ന് ഖുർആൻ പറഞ്ഞ ആ സംഭവം സയന്റിഫിക്കലി ഇതുവരെ അവർക്ക് ബോധ്യപ്പെട്ടില്ല. ഇൻഷാ അല്ലാഹ് വരുമായിരിക്കാം. പക്ഷെ അവിടെ പിളർപ്പുകളുണ്ട്, ആഴമേറിയ കുഴികൾ ഒരുപാട്. ചന്ദ്രനിൽ വലിയ വലിയ പാറകളുണ്ട്. ചന്ദ്രന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അന്തരീക്ഷമില്ല, ജീവിക്കാൻ കഴിയില്ല. അതിശക്തമായ കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ, നമുക്ക് നമ്മുടെ ബോഡിക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ചന്ദ്രൻ മറ്റൊരു വിഷയം കൂടെയുണ്ട്. അതിന് അന്തരീക്ഷമില്ലാത്തതിൻ്റെ പേരിൽ മീറ്റിയോഴ്സ്, ഉൽക്കകൾ വന്ന് പതിക്കുന്ന ഒരു ലോകമാണ് ചന്ദ്രന്റെ ഉപരിതലം. ഉൽക്കകൾ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറിൽ 80,000 കിലോമീറ്റർ സ്പീഡിലൊക്കെ വന്ന് പതിക്കുന്ന വലിയ വലിയ പാറകൾ ചന്ദ്രന്റെ പാറകളിൽ വന്ന് പതിച്ച് ആഴമേറിയ കുഴികൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഫോട്ടോകളൊക്കെ നാസ പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ വലിയ ഭയങ്കര പാറകൾ വന്ന് ഇടിക്കുകയാണ്. അത് ഒരു ദിവസം 10,000 ടൺ മിനിമം ഡസ്റ്റുകളായിട്ടെങ്കിലും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് വന്നുവിടുന്നുണ്ടെന്ന്. അതുകൊണ്ട് വലിയ കൊടുങ്കാറ്റുകൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. കൊടുങ്കാറ്റ് നല്ല പൊടികൾ രൂപപ്പെടുന്നുണ്ട്. ആ പൊടികൾക്ക് ഇലക്ട്രിക് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ജീവിക്കാൻ അവിടെ ഒരു നിലക്കും സാധ്യതയില്ലാത്തൊരു ഒരു ഗ്രഹമാണത്, ഉപഗ്രഹമാണ് ചന്ദ്രൻ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ചന്ദ്രന്റെ പാറകളുടെ പ്രത്യേകത, അതിൽ ഗ്ലാസിന്റെ അംശങ്ങൾ കൂടുതലാണ്. ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് അംശങ്ങൾ കൂടുതലുള്ള പാറകളാണ് ചന്ദ്രൻ്റേത്. സൂര്യപ്രകാശം അതിലേക്ക് പതിക്കുന്നതോടുകൂടെ അതിശക്തമായി പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത ചന്ദ്രന്റെ പാറകൾക്കുണ്ട്. ഭൂമിയിലെ പാറകളിൽ ഉൽക്കകൾ വന്ന് പതിക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഭൂമിയുടെ ഔട്ടർ ലെയർ എന്ന് പറയുന്ന അള്ളാഹു വെച്ചൊരു സംവിധാനമുണ്ട്. ഭൂമിക്ക് ഒരു കവറിങ്. ആ കവറിങ്ങിൽ എത്തുമ്പോഴേക്കും പൊട്ടി തകർന്നു പോവുകയാണ്. അങ്ങനത്തെ കല്ലൊക്കെ തലയിൽ വന്ന് വീണാൽ നമുക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റുമോ? എന്തായിരിക്കും അവസ്ഥ ഭൂമിയിൽ? എത്ര പാറകൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന മീറ്റിയേഴ്സ് എന്നതിന് പറയാം. ഷിഹാബ് എന്ന് അറബിയിൽ പറയും, ഷുഹബ് എന്ന് പറയും ഇതിന്റെ പ്ലൂരൽ. മീറ്റിയേഴ്സ് അതൊക്കെ ഭൂമിയിൽ വരുന്നതിനെ തടുത്ത് നിർത്തി. ഇപ്പോൾ മിസൈലുകളൊക്കെ എയർ ഡോണുകളൊക്കെ അല്ലേ എന്താ പറയലേ? ഡോം, എയർ ഡോം അല്ലേ? ഡോം എന്നതുപോലെ ഭൂമിയിലേക്ക് വരുന്നവയെ സ്വയം പൊട്ടിച്ച് തകർത്ത് കളയുന്ന ഒരു സംവിധാനം ഭൂമിയുടെ ഔട്ടർ ലെയറിനുള്ള പടച്ചത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചിപ്പിച്ച വാക്കാണ് നമ്മൾ ഓതി വെച്ചത്. സൂറത്തുൽ അംബിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന അസ്സമാഅ സഖഫൻ മഹ്ഫൂളാ. ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് തലക്കുമീതെ അല്ലാഹു സഖഫൻ മഹ്ഫൂളാ, സുരക്ഷിതത്വം നൽകുന്ന സുരക്ഷയുള്ള ഒരു കവചം അല്ലാഹു നിങ്ങൾക്ക് മീതെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം അല്ലാഹു നിങ്ങൾക്ക് പടച്ചത്. ആരറിഞ്ഞു ഇതൊക്കെ? സഖഫൻ മഹ്ഫൂളാ. അതില്ലെങ്കിൽ മീറ്റിയേഴ്സ്, ഭൂമിയിലേക്ക് ഉൽക്കകള്, അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളെ പോലെ. വാൽനക്ഷത്രങ്ങൾ ശരി കല്ലുകളാണ്. വാൽനക്ഷത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഒരുപാട് അതിശക്തമായി വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ അന്തരീക്ഷത്തിന്റെ അൽ ഖിലാഫുൽ ജവ്വി,
പിന്നെ ദ ഔട്ടർ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അവിടെ നിന്ന് അതിനെ പൊട്ടിച്ച് പൊടിപൊടിയാക്കി കളയാൻ താഴേക്ക് എത്തുന്നു പോലുമില്ല. അള്ളാഹു നിങ്ങൾക്ക് മീതെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വാൾ നിങ്ങൾക്ക് മീതെ അള്ളാഹു ചെയ്തു വെച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. ഇതൊക്കെ ഇന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളല്ലേ? ഈ വാക്കുകളിൽ എന്തെങ്കിലും അവ്യക്തതകളുണ്ടോ? വഹും അൻ ആയാതിനാ മുഅ്രിദൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ലേ അവർ പോകുന്നത്. ചന്ദ്രനെ സംബന്ധിച്ച് BBC ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട്, ലൈറ്റ്സ് ഗ്ലോ ഓൺ മൂൺ. BBCയുടെ ഒരു ഡോക്യുമെന്ററിയാണത്, ലൈറ്റ്സ് ഗ്ലോ ഓൺ മൂൺ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രകാശം വെട്ടിത്തിളങ്ങുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ചന്ദ്രന്റെ ഉപരിതലം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രകാശം കൂടുതലാണ് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സാക്കിർ നായിക് അദ്ദേഹത്തിന്റെ സയന്റിസ്റ്റിന്റെ സംശയങ്ങളിൽ ചന്ദ്രനെ സംബന്ധിച്ചും സൂര്യനെ സംബന്ധിച്ചും പറഞ്ഞ 2 വാക്കുകളെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ ചർച്ചകളിലൊക്കെ. എങ്ങനെ ചന്ദ്രൻ വെളിച്ചമാണ്, സൂര്യൻ വിളക്കാണ്, സിറാജെന്നും ദിയാ എന്ന് പറഞ്ഞ പ്രയോഗം. ഇവിടെ അല്ലാഹു ഖമറൻ മുനീറ എന്ന് പറയാണ്. ഖമറൻ മുനീറ, പ്രകാശിക്കുന്ന ചന്ദ്രൻ. മുനീർ എന്ന് പറഞ്ഞാൽ എന്താ? അനാറ യുനീറു എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രകാശിപ്പിക്കുകയാണ്, നല്ല പ്രകാശം. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് സൂര്യപ്രകാശത്തിന്റെ വലിയ വലിയ പ്രകാശത്തിന്റെ ഉൽക്കകൾ വന്ന് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഗ്ലോ, ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന ചില സന്ദർഭങ്ങൾ ചന്ദ്രനിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ശാസ്ത്രീയ പഠനമാണ്. ഈ പ്രകാശിപ്പിക്കുക എന്ന സ്വഭാവം ചന്ദ്രനിലുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ഒരു സൂചനയാണ്. നോക്കണം, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ, ആകാശലോകങ്ങളിൽ നക്ഷത്രങ്ങളുടെ കെട്ടിടങ്ങളെ തന്നെ പടച്ചവനാണ് അല്ലാഹു. വജഅല ഫി മൗണ്ട്, ബിൽഡിങ്സ് എന്ന് സയൻസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാട്ടോ അത്. കെട്ടിടങ്ങൾ എന്ന് മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എന്താ നക്ഷത്രങ്ങളുടെ കെട്ടിടങ്ങൾ എന്നൊക്കെ തോന്നും. അത് സയന്റിഫിക് ടേമാണ്, ബിൽഡിങ്സ്. الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. അല്ലാഹു പ്രകാശിക്കുന്ന ഖമറിനെ പടച്ചിരിക്കുന്നു. ഖമറിന് ഈ പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. അതിന്റെ പാറകളുടെ പ്രത്യേകത അങ്ങനെയാണ്, അന്തരീക്ഷം അങ്ങനെയാണ്. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന അത്തരം പ്രതിഭാസങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വളരെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെയാണ് ഈ ആയത്തുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ.